നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. അന്യസംസ്ഥാന തൊഴിലാളികളായ ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികൾ വ്യാപകമായി നമ്മുടെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. സർക്കാർ ഇവർ ഉൾപ്പെടുന്നവരെ അതിഥി തൊഴിലാളികൾ എന്ന ഓമനപ്പേരിലാണ് അഭിസംബോധന ചെയ്യുന്നത്. കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിയായ ഒരു യുവതിയെയും തൊട്ടടുത്ത ദിവസം ബംഗ്ലാദേശിയായ ഒരു യുവാവിനെയും ഇന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള മറ്റൊരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെങ്ങനെ അതിർത്തി കടന്ന് കേരളത്തിൽ എത്തി? സർക്കാരിൻ്റെ പക്കൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് പോലും ഇല്ലെന്നിരിക്കെ നുഴഞ്ഞു കയറി ദേശസുരക്ഷയ്ക്ക് പോലും ഭീഷണി ഉയർത്തുന്ന ബംഗ്ലാദേശികളെ കണ്ടെത്തുക ഭഗീരഥ പ്രയത്നമാണ്. ഡൽഹിയിലേതുപോലെ ബംഗ്ലാദേശികളെ കണ്ടുപിടിക്കാനുള്ള ആത്മാർത്ഥവും തീവ്രവുമായ ശ്രമം നമ്മുടെ നാട്ടിലുണ്ടോ? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളിയാകുന്നവരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹത്തിന് എന്തെങ്കിലും ധാരണയുണ്ടോ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ നുസ്രത് ജഹാൻ, റിട്ടയർഡ് SP ജോർജ് ജോസഫ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീ ജോർജ് ജോസഫിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശികളെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ തന്നെയുണ്ട് എന്നാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ആ ശൃംഖലയുടെ കണ്ണികൾ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. ഇതുവഴി 1000-ലധികം നുഴഞ്ഞു കയറ്റക്കാർ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. എങ്ങനെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങും ജോർജ് ജോസഫ് സാറേ? ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിസ്സാരമായിട്ട് തള്ളാൻ കഴിയില്ല. കാരണം ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥാവസ്ഥ നമ്മൾ നോക്കിക്കോണം. ഇന്ത്യയുടെ ഭാഗമായിരുന്നു പണ്ട്, ബംഗാളിൻ്റെ ഭാഗമാണ് പണ്ട്. അതുപോലെ ബംഗാളി ഭാഷയാണ് ഭൂരിപക്ഷം ആൾക്കാർ അവിടെ സംസാരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥയിൽ തീർച്ചയായിട്ടും ഇന്ത്യ കൂടുതൽ ആശങ്കയോടെയാണ് നോക്കുന്നത്. കാരണം അവിടുത്തെ ജനസംഖ്യയിലെ ഏകദേശം 8% 13-14 ലക്ഷം ഹിന്ദുക്കളാണ്. അത് നമ്മൾ നോക്കണം. ബംഗ്ലാദേശ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഏകദേശം 8-9% ഹിന്ദുക്കളാണ്. അതിലൊരു സ്വാമി ഇപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വക്കീൽ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഈ അടുത്ത പ്രശ്നം ഷെയ്ഖ് ഹസീന, അതെ, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇഷ്യൂ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പോന്നു. ഇന്ത്യയോട് കൂറ് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞയായിരുന്നു. മുജീബ് റഹ്മാൻ്റെ മകളാണ്. അവിടെ മുജീബ് റഹ്മാനെയൊക്കെ അവസാന കാലം നമുക്കറിയാം, അദ്ദേഹത്തിനെ അവിടെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പം ബംഗാളിലെ അരക്ഷിതാവസ്ഥ, അവിടുത്തെ തീവ്രവാദികളായ തീവ്രവാദികൾ കുറേ ഹിന്ദുക്കൾ, തീവ്രവാദികളായ കുറേ മുസ്ലിം ആൾക്കാർ ഹിന്ദുക്കളെ വളരെ അധികം അവിടെ ഹിന്ദുക്കളെ ഞാൻ പറയുന്നത് ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചാണ്, അവിടെ അധികം ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവരുടെ വസ്തുക്കൾ കൈയേറുകയും ചെയ്യുന്നുണ്ട്. കാരണം അൽ ജസീറയുടെ ഒരു കേന്ദ്രമാണ് ബംഗ്ലാദേശ്. അത് നമ്മൾ മറക്കരുത്, അൽ ജസീറ. കാരണം അത് ഇന്ത്യയിലിട്ട് ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ധാരാളം പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ബംഗാളിലെ ആൾ ബംഗാളി എന്നാണ് നമ്മൾ പറയുന്നെങ്കിലും ബംഗ്ലാദേശിലെ ധാരാളം ആൾക്കാർ അതിർത്തി കടന്ന് പോരുന്നുണ്ട്. കാരണം അവിടുത്തെ അരക്ഷിതാവസ്ഥ കാരണം അവിടെ ഇന്ത്യയോട് കൂറുള്ളവരും അങ്ങനെ അല്ലാത്തവരും ഒക്കെ അവിടുന്ന് വരുന്നുണ്ട്. അതേ സമയത്ത് അൽ ജസീറയുടെ അവിടുത്തെ ഫ്രാക്ഷൻ്റെ പല ആൾക്കാർ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് പൊതുവെ എഴുതപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ ബംഗാളിലെ അൽ-ഖ്വയ്ദ ആയിരിക്കും അല്ലേ? അത് അൽ ജസീറ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ
അൽ ഖയ്ദയുടെ വിങ് ഉണ്ടെങ്കിലും അൽ ജസീറ കുറച്ച് സ്ട്രോങ് ആണെന്നാണ്. അത് വേറെ അടുത്തല്ല, ഇവിടാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം. അതുതന്നെ ഇന്ത്യ വളരെ ആശങ്കയോടെയാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റ് കാണുന്നത്. കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജയശങ്കറും അതുപോലെ നമ്മുടെ ബുദ്ധി കേന്ദ്രമായ ഒരാളും നമ്മുടെ കേരള കേഡറിലുള്ള IAS കാരനും അവരാ ത്രിമൂർത്തികളുടെ പ്രവർത്തനം കൊണ്ടാണ് വലിയ പ്രശ്നം ഉണ്ടാകാതെ ഇന്ത്യയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ അവിടെ അഭയം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ ആസാമിൽ നിന്ന് വരുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദി അത് നമ്മുടെ നേപ്പാളിൻ്റെ അല്ലെങ്കിൽ ഭൂട്ടാൻ അടിവശത്തൂടെ വന്ന് ബംഗാളിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ബംഗ്ലാദേശിൽ പ്രവേശിച്ചിട്ട് ബംഗ്ലാദേശിനെ ആ മഹാനദി നാല് ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ 2 ഏരിയ കൽക്കട്ട, ഒരു ഏരിയ അത് തിരിക്കുന്ന ഒരു കഷ്ണം കൽക്കട്ടയോട് ചേർന്നു അതിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ഭാഗത്തുമാണ് കിടക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇവിടെ ബർമയുടെ മുകളിലുള്ള അവിടുത്തെ ബുദ്ധമത സന്യാസികളുടെ സംഘടന ബർമയുടെ അതുപോലെ ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബർമയുടെ ഏകദേശം ഒരു 8/1 ഏരിയ അവരുടെ കയ്യിലാണ്. അവർ പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് അപകടമാണ്. കാരണം അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളും ഇന്ത്യയുടെ അതിർത്തി വരുന്നത് നമുക്ക് അപകടം. നമ്മുടെ ആ ഏരിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള മണിപ്പൂർ, ബീഹാർ, നാഗാലാൻഡ് അങ്ങനെയുള്ള നമ്മുടെ ചെറിയ സ്റ്റേറ്റുകൾ അവിടെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഏകദേശം അതിർത്തി ഇതുവരെ കൃത്യമായിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് വരുന്ന ആൾക്കാരെല്ലാം ബംഗാൾ വഴി പതുക്കെ ഇന്ത്യയിലേക്ക് കയറിയാണ്. അത് നമുക്ക് ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. ബംഗ്ലാദേശ് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് 4 കഷ്ണമായിട്ട് പോകും ഭാവിയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതാണ് കാരണം അത് ബ്രഹ്മപുത്ര നദി അതിനെ 4 അതിൻ്റെ നടുക്കൂടെ ഡാക്ക വഴി ഒഴുകിയിട്ട് 4 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടുത്തെ അരക്ഷിതാവസ്ഥ ഇന്ത്യക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. അത് ഇന്ത്യ ഇടപെട്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് നമ്മൾ അവിടെ ഇടപെട്ടിട്ടാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടുവന്ന് നമ്മൾ മറക്കരുത്. കാരണം അത് ഇന്ത്യയുടെ ഒരു ആവശ്യമായിരുന്നു, നമുക്കൊരു ത്രെട്ട് തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടം കിടക്കുന്ന ചെറിയ രാഷ്ട്രങ്ങളുണ്ട്. കാരണം ചിലർ നമ്മളോട് മമതയും ചൈനയോട് കൂടുതൽ കൂറും പുലർത്തുന്നത് ചിലരുണ്ട്. അതൊന്നും നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഡിവിഷൻ, ഇപ്പോഴത്തെ ഈ കലുഷിതമായ അന്തരീക്ഷം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ത്രെട്ടാണ്. അതുകൊണ്ട് ഇന്ത്യ എന്തെങ്കിലും ബുദ്ധിപരമായി അവിടെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ത്രിമൂർത്തികളുടെ കാര്യം എടുത്തു പറഞ്ഞത്. അതിനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. കാരണം നമ്മളെ ഈ ഇന്ത്യക്കാർക്ക് എന്താണ് വിദേശ ശക്തികളുടെ അക്രമവും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, കണ്ടിട്ടുമില്ല. അത് അനുഭവിക്കുന്ന കാശ്മീർകാർ ആ ബോർഡറിൽ അനുഭവിക്കുന്നുണ്ട്, പഞ്ചാബിൻ്റെ രാജസ്ഥാൻ്റെയും അതിർത്തിയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള ചില സ്ഥലത്തും നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേരളത്തിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഓൾ ഇന്ത്യയിൽ മൊത്തം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു ലക്ഷണമല്ല. ബംഗ്ലാദേശ് തീർച്ചയായിട്ടും ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ സുരക്ഷിതത്തിന് നല്ലതല്ല. നമ്മൾ പണ്ട് ബംഗ്ലാദേശിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമ്മളത് പിടിച്ചെടുത്തിട്ട് അവർക്ക് തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് വിട്ടുകൊടുത്തത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പം വരുന്നത്. അതിൻ്റെ ഒരു ലക്ഷണമാണ് അവിടുന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറി വരുന്നുണ്ട്. കേരളത്തിൽ വരെ വന്നു കഴിഞ്ഞിരിക്കുന്നു. 2-3 പേരെ നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങും കേരളത്തിലുള്ളവരും വളരെ സൂക്ഷ്മത വേണം. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ കടത്തിയേ പറ്റൂ. ശ്രീമതി നുസ്രത്ത് ജഹാൻ മേഡം ഇരിക്കുന്ന ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിരുന്നു അല്ലേ? ഒരുപാട് നുഴഞ്ഞു കയറ്റക്കാരെ ഡൽഹി പോലീസ് കണ്ടെത്തി അവരെ ഒഴിപ്പിക്കാനും അതുപോലെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഒക്കെ ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലും പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്താൻ കാരണം. ഒരു യുവതിയെ പിടികൂടുന്നു, ആ യുവതിയിൽ നിന്ന് കിട്ടിയ വളരെ പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കടന്നുകയറ്റം അത് നമ്മുടെ നാടിന് വലിയ ഭീഷണിയാണ്. പക്ഷേ ആ ഒരു അപകടാവസ്ഥ ഈ കൊച്ചു കേരളത്തിലെ പോലീസ് തിരിച്ചറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഭരണകൂടം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. അതെ,
ഡൽഹിനെ സംബന്ധിച്ചിട്ട് ഡൽഹിയിൽ 1600 പേരെയാണ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ആൾക്കാരെ പിടിച്ച് നാട്ടിലയച്ചത്. അതിപ്പോ ഡൽഹി പോലീസിൽ അത് ചെയ്ത്, കാരണം സെൻട്രലിലല്ലേ ഇവിടെ നോക്കുന്നത്. ഹോം മിനിസ്ട്രീന്റെ അണ്ടറിലുള്ളത് കൊണ്ടാണ് എത്ര ഭംഗിയായി തെരച്ചിൽ നടക്കുന്നതും പിന്നെ ഇലക്ഷനും അല്ല. ഇലക്ഷന്റെ ആ സമയത്താണ് ഇവർക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പൊ പക്ഷെ എന്നാലും അതിനേക്കാളും ഇരട്ടി ആൾക്കാർ ഉണ്ട് ഡൽഹിന്റെ ഭാഗങ്ങളിൽ നിന്നാണ്. ജഹാംഗീർ പറഞ്ഞ സ്ഥലം, പിന്നെ വേറെ ഒരു സ്ഥലം കൂടെ പറഞ്ഞിട്ടുണ്ട്, ചാന്ദിനി ചൗക്കിന്റെ ഒരു ഭാഗത്ത്. ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ഇതുപോലെയുള്ളവരുണ്ട്. രേഖകളൊന്നുമില്ല. പക്ഷെ ഇവർക്കൊക്കെ രേഖകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് വോട്ടേഴ്സ് ഐ ഡി ഇല്ല, ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് ഇവര് പൈസ കൊടുത്തിട്ട് ഇവരൊരു ടീമായിട്ട് കൊണ്ടുവന്നാണ്. ഇന്നിപ്പോ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഈ പാട്ട വെറുക്കുന്ന ആൾക്കാര്, പിന്നെ അങ്ങനത്തെ കുറെ പണികൾ അവർക്ക്, കാരണം എവിടെയും ജോലി കിട്ടൂലല്ലോ ഐ ഡി ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനത്തെ ഒരു മെയിൻ സ്ഥലങ്ങളിലൊന്നും ഇല്ല. അത്രയും ഇതായിട്ടുള്ള താഴേക്കടയിലെ ജോലിയാണ്. പക്ഷെ ഇവരെ കൊണ്ടുവന്ന ഒരാള് പിന്നിലുണ്ട് എന്നാ പറയണേ. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരാൾക്ക് താമസം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ആധാർ കാർഡും പിന്നെ വോട്ടേഴ്സ് ഐ ഡിയും വേണം. അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ കൈകളിൽ എത്തിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 10,000 തൊട്ട് 20,000 രൂപ വരെ നൽകിയാൽ പാസ്പോർട്ട് കിട്ടും, ആധാർ കിട്ടും, പാൻ കാർഡ് കിട്ടും, വോട്ടർ ഐ ഡി അത് നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ തന്നെ ഈ തലത്തിലൊരു അന്വേഷണം നടത്തിയതാണ്. അതായത് ഈ നമ്മുടെ തിരുപ്പൂരിൽ ഞങ്ങളുടെ വാർത്താ സംഘം തന്നെ കൃത്യമായി ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന, ആധാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഘത്തെ നമ്മൾ കണ്ടെത്തുകയും പിന്നീട് പോലീസ് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംഘം അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പോൾ അത് നടക്കുന്നുണ്ട്, അത് നിർബാധം നടക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് രേഖകൾ കിട്ടാൻ എളുപ്പമാണ്. അവര് ഡയറക്റ്റ് അല്ല എന്നാ പറയണേ. കാരണം ഇവര് ഡയറക്റ്റ് ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോ, ശരിയാക്കാൻ ചെല്ലുമ്പോ ഇവരെ ഐഡന്റിഫൈ ചെയ്യും. കാരണം ഇവർക്ക് അങ്ങനെ വലിയ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ, പ്രൊഫൈലൊന്നും കാണുമ്പോ ഇല്ല. ഇവർക്ക് സംസാരിക്കുമ്പോ ഒക്കെ ഇവർക്ക് ഭാഷയിലൊക്കെ വ്യത്യാസം വരും. ഒരാൾ ചെയ്തു കൊടുക്കണ്ട അവിടെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. പിന്നെ ഷെയ്ൻബാഗ് നിറയെ എങ്ങനെ റോഹിംഗ്യൻ ആ ഭാഗത്തുള്ള ആൾക്കാരാ. അവർക്കൊന്നും ഒരു കാർഡില്ല. അപ്പൊ ഈ 15 ഇയേഴ്സ് വരെയുള്ള അവർക്ക് ചോദിച്ചാൽ 15 കൊല്ലം മുമ്പ് നമ്മുടെ കുടുംബത്തിന്റെ വല്യാപ്പന്മാരാരാന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ ഇവർക്ക് ആൻസർ ഇല്ല. അങ്ങനെയാണ് ഇവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി. കാരണം ഇവരിവിടെ ഉള്ളതാണ് പറയുമ്പോ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നാണ് പറയുമ്പോ, ആര് എവിടെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ആൻസർ. അപ്പൊ ഈ വിധത്തിൽ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് മെല്ലെ ഇങ്ങോട്ട് കടത്തി വിടുന്നത്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും BJPയും തമ്മിലുള്ള ഇഷ്യൂ തന്നെ അതാണ്, അവരെ കടത്തി വിടുന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വരുമ്പോ ഇപ്പൊ ഈ ഷെയ്ൻബാഗ് നമ്മൾ കണ്ടില്ലേ, നമ്മളെ കോഴിക്കോടില് പിന്നെ ട്രെയിൻ കത്തിച്ച പയ്യൻ അല്ലെ, ഷെയ്ൻബാഗ് എന്നാ NRC CAA ഇത് ഷെയ്ൻബാഗ് എന്ന് പറഞ്ഞാണ് ഇവർക്ക് ക്യാമ്പുകൾ ഉണ്ടായി. ഓർക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് ആ പേരാട്ടെ. എന്തുകൊണ്ട് ആ പേരിട്ട് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അന്നേ ആലോചിച്ച് അങ്ങനെ കണ്ടെത്തിയ, ശരിക്കും ഞാൻ ആ ഒരു ഒബ്സർവേഷനിൽ പലരിടത്തും ചോദിച്ചു. അപ്പൊ ഈ ഷെയ്ൻബാഗിലാണ് ഏറ്റവും അധികം ഇങ്ങനത്തെ ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഇവിടെ കുറെ സംഗതികൾ അവർ ചെയ്യുന്നുണ്ട്, അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വല്ല മാഫിയ സംഘങ്ങൾ കൊണ്ടുവന്ന് പല പൊളിറ്റിക്കൽ പാർട്ടീന്റെ ആൾക്കാരുടെയും ബാക്കിലായിട്ട് ഇതുപോലെ ഉണ്ട്. പക്ഷെ അമിത്ഷാന്റെ പോലീസ് ആയതുകൊണ്ട് മാത്രമാണ് ഡൽഹിയില് കെജ്രിവാളിന് ഒന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ആൾക്കാരാണ് ഡ്രഗ്സ്, പിന്നെ ഡ്രഗ്സിന്റെ കച്ചവടം, കള്ളന്മാരായിട്ട് കട്ടുകൊണ്ടാണ് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടല്ലോ നമുക്ക് ഡൽഹിയിൽ ഇവിടെ ചോർമാർ. അവിടെ എല്ലാം ഇങ്ങനത്തെ ആൾക്കാർ, ആർക്കും ഒരു പേപ്പേഴ്സും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചു പെറുക്കി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ബാക്കി പത്രങ്ങൾ ഇവരെ ഇപ്പൊ കേരളത്തിലേക്ക് കടത്താൻ, ഇവർക്ക് സ്വന്തം പോയി കേരളത്തിലൊന്നും എത്തൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇത്രയും ഒരു ഭാഷ അറിയാത്ത വേറെ ദോഷത്തുനിന്ന് വന്ന് എല്ലാരും ഇങ്ങോട്ട് കയറ്റണം, NRC CAA പാടില്ല പറഞ്ഞ അമിത്ഷാനെയും മോദിനെയും തെറി വിളിച്ച ആൾക്കാര് ഓർക്ക്. ഇപ്പൊ ഇന്നെ ഈ പോസ്റ്റർ നമ്മൾ ഇട്ടപ്പോ ഈ ചർച്ചനെ പറ്റി പറഞ്ഞപ്പോ, അന്യ നാട്ടിൽ ചെന്നാൽ, കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഒന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവരെ നമ്മളെ പിന്നെ പാകിസ്ഥാനിലേക്ക് വിടാനാണ് മുസ്ലിങ്ങളെന്ന്
പറഞ്ഞു പഠിപ്പിച്ചാണല്ലോ ഇവരെ പെണ്ണുങ്ങളെല്ലാം റോട്ടിലിറങ്ങി അമിത്ഷാനെയും മോദിനെയും തെറി വിളിച്ചത്, ഓർക്കുന്നില്ലേ? അതെ. അപ്പൊ ആ സമ്മതി പറയുമ്പോ ഇവരെ ഒരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ഇതുപോലുള്ള ആൾക്കാർ കയറാൻ വരുമ്പോ ആണെന്നുള്ളത് നമ്മൾ കേരള ജനതയോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ വന്ന് പണിക്ക് വരുന്നത് ഇങ്ങനത്താണ്, നിങ്ങളെ കോൺക്രീറ്റ് പണിക്ക് വിളിക്കുന്നത് ബംഗാളി. അപ്പൊ ഈ ബംഗാളി ബംഗ്ലാദേശ് ഇതിന്റെ ഒരു ഡിഫറൻസ് പോലും നമ്മളെ നാട്ടിലത്തെ സാധാരണ ജനങ്ങൾക്കറിയില്ല. ഇതും ഇങ്ങനത്തെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യണവർക്ക് മാത്രമേ ഉള്ളൂ. അതിൽ മിക്സപ്പ് ആവുക. ഇപ്പൊ ബംഗാളി പറയുമ്പോ ഇന്ത്യക്കാരനല്ലേ, അപ്പൊ അവിടെ ബംഗ്ലാദേശ് ഇല്ലേ, അപ്പൊ രണ്ടും കൂടി മിക്സ് ആവും. എന്റെ ഭാഷയെന്നൊക്കെയാണ് കുറച്ച് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒരാള് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അതായത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഐഡന്റിഫൈ എ ബംഗ്ലാദേശി ബിക്കോസ് ദേ സ്പീക്ക് സിലാത്തി ബംഗ്ല ആൻഡ് വെസ്റ്റ് ബംഗാളീസ് അവരുപയോഗിക്കുന്നത് ബിലാത്തി, അതായത് ലിറ്ററൽ ബംഗ്ല. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ തന്നെ ഇവരെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിലുള്ള പിന്നെ പാവം പിടിച്ചൊന്നും അറിയാത്ത ആൾക്കാർക്കോ മദ്രസയിലും പള്ളിയിലും മാത്രം പോയിട്ടുള്ള കുറെ ആൾക്കാരല്ലേ ഇപ്പൊ ഇതിനൊക്കെ കച്ചറ ഉണ്ടാക്കണത്. ഇപ്പൊ വന്ന് തെറി വിളിച്ചോക്ക് 73 തെറി ഒരു പോസ്റ്ററിന്റെ അടിയിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന് അതൊക്കെ ഈ വർഗത്തിൽ പെട്ടവരാ. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് അറിയില്ലല്ലോ, ഇവർക്ക് തന്നെ മനസ്സിലാവില്ലല്ലോ ബംഗാളിയാണോ ബംഗ്ലാണോ മറ്റവർക്ക് അറിയില്ല. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടുത്തെ മൂവ്മെന്റ്സ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിനുള്ള മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കാരണം വോട്ട് ചെയ്യിപ്പിക്കാനൊന്നും അവിടെ സാധിക്കില്ല. ഇവിടെ നോക്കൂ, പെരുമ്പാവൂരിലേക്കൊന്ന് പോയാൽ അത് സത്യത്തിൽ കേരളത്തിലാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു. ബംഗ്ലാദേശിൽ ഇറങ്ങിയ പോലെ ഉണ്ടാവും. എന്ത് തോന്നിയാസവും വൃത്തികേടും അവിടെ നടക്കും. അതെ, ഇവർക്കായി അവിടെ ബ്രോത്തൽ ഹൗസ് പോലും ഉണ്ട് അങ്ങിങ്ങായിട്ട്. ഇതെല്ലാം പോലീസിൻ്റെ കൺമുമ്പിൽ നടക്കുന്നതാണ്. പോലീസിൽ പരാതിപ്പെട്ടാലും നടപടി സ്വീകരിക്കുന്നില്ല എന്നും പറയുന്നു. മാത്രമല്ല ഇവരിൽ ബഹുഭൂരിപക്ഷവും അക്രമകാരികളാണ്. പിന്നല്ലേ കേരളത്തിൽ ഇതിന്റെ മറവില് ഇപ്പൊ നമ്മളെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടില് കോഴിക്കോട് മലപ്പുറത്തും വരെ നൈറ്റ് ക്ലബ്ബുകൾ പോലെ പബ്ബുകൾ പോലെ ഉണ്ട്. അവിടെയൊക്കെ വർക്ക് ചെയ്യണ ഭക്ഷണം പാകം ചെയ്യാനോ പിന്നെ ഡ്രഗ്സിന്റെ കാര്യങ്ങളും ചെയ്യണ എത്ര ബംഗാളികളാണ് ഇതിൽ വരുന്നത്. ബംഗ്ലാദേശിയാണ് അത് എന്നുള്ളത് പോലും അറിയില്ല അവിടുത്തെ ആൾക്കാർക്ക് പറയുമ്പോ ബാക്കിയുള്ളവർക്ക്. പക്ഷെ ഇവരൊക്കെയാണ് അവിടെ യൂസ് ചെയ്യണത്. കാരണം ചെറിയ ശമ്പളം കൊടുത്താൽ മതി. പിന്നെ ഇവര് വിചാരിച്ച ഈ ഡ്രഗ് കച്ചവടം അവരെ ബിസിനസ് നല്ല ഉഷാറായിട്ട് നടക്കും. അപ്പൊ ഡ്രഗ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാം ഈ ഞാൻ പറഞ്ഞ ഈ പ്രദേശങ്ങളുണ്ടല്ലോ, ആലുവ, പെരുമ്പാവൂർ, പിന്നെ പായിപ്പാട്, കോട്ടയം ജില്ലയിലെ പായിപ്പാട്, അവിടെ എല്ലാം സുലഭമാണെന്നാണ് പറയുന്നത്. അതായത് ഇവർ വന്നതോടുകൂടി ഇത്തരം ബിസിനസ്സുകൾ അത് വളരെ പച്ച പിടിച്ച് മുന്നോട്ട് പോകുന്നു. അത് അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 ആഴ്ച മുമ്പ് ഒരു സുഹൃത്ത് മലപ്പുറം ജില്ലയില് അദ്ദേഹം പിന്നെ സ്കൂൾസിന്റെ ഒക്കെ കുറെ ഇത് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവിടെ സ്കൂളിൽ ഒരു കംപ്ലൈന്റ് വന്നു, ബോയ്സിന്റെ ഇടയിലും ഗേൾസിന്റെ ഇടയിലും ഡ്രഗ് യൂസ് ചെയ്യണം. ആർക്കും മനസ്സിലാവുന്നില്ല, സ്മെല്ലില്ല. അപ്പൊ അതിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ അപ്പൊ എന്തോ കാര്യം പറഞ്ഞപ്പോ സംസാരിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അത് സുലഭമായി കിട്ടുന്ന ഒരു ഡ്രഗാ വരുന്നത്. ബംഗ്ലാദേശ് എന്നോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ ഏജൻസി പിന്നെ ആണ് അവിടെ വന്ന് വർക്ക് ചെയ്യണേ ഇവിടെ ഉള്ളതിന്റെ. അപ്പൊ ആ ഒരു സംഗതി സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ എങ്ങനെയാണ് അതെന്തോ ഒരു വായില് ഇന്നലെ ഇപ്പൊ ഒരു കുട്ടി തെറി വിളിക്കണ നമ്മൾ കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് പറയാനാവില്ല, ഡ്രഗിൻ്റെതല്ലേ. അപ്പൊ ചെറിയ തലമുറയിൽ വരെ ഇത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ വരുന്നത് ഇതിന്റെയൊക്കെ പേരിലാണോ അവിടെ എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു അന്വേഷണം കേരള പോലീസ് നടത്തേണ്ട വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ. അതൊക്കെ കേൾക്കുമ്പോ സ്കൂളുകളിലുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അവരതിനെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പൊ ലോറിയിലൊക്കെയാണ് അത്ര ഈ സാധനം വരുന്നത്. ദൂരദേശത്തുനിന്ന് വരുന്ന ലോറിയിൽ വരും. എന്താ കൂള്ളിപ്പ് അതിന്റെ പേര്, ചുണ്ടിൽ വെക്കുന്നത്. അതിന് ആർക്കും കുട്ടികളായാലും വലിയവരാണെങ്കിലും അങ്ങനെ ഒരു ഡ്രഗ് അടിച്ച ഒരു മാതിരി ഉണ്ടാവില്ല. പെട്ടെന്ന് അവര് ഭയങ്കര ഇതായിട്ട് ബിഹേവ് ചെയ്യും. ഭയങ്കര എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും ഭയങ്കര ഉഷാറിൽ കുട്ടികൾ വരും. ഇപ്പൊ ഈ സ്പോർട്സിലും കാര്യങ്ങളിലും എല്ലാത്തിലും ഇവരിത് യൂസ് ആക്കൂലേ. അപ്പൊ ഇവര് കാരിയേഴ്സ് കൂടിയാണ്, ഡ്രഗ്സിന്റെ കാരിയേഴ്സ് കൂടിയാണ്. കാരിയേഴ്സ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഡ്രഗ്സ് കാരിയേഴ്സ് വരുമ്പോ അല്ലാതെ ഇവരെങ്ങനെ അവിടെ എത്തുന്ന ഈ മാഫിയ സംഘങ്ങൾ ഇവിടുത്തെ ഡ്രഗ്സാ. ഇപ്പൊ ഇവിടെ റോഡ് സൈഡിലുള്ള പിന്നെ ഭിക്ഷാടകരില്ലേ നമ്മുടെ ഡൽഹിയില് ഓരോ സർക്കിളിൽ കാണുമല്ലോ,
അവിടൊക്കെ എത്ര ചെറിയ 3-4 വയസ്സായ കുട്ടീന്റെ കണ്ണെല്ലാം ഇങ്ങനെ മേലെ നമുക്ക് ശരിക്കും ദയനീയാവസ്ഥ തോന്നും. കാറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൈ നീട്ടുമ്പോ. പക്ഷെ അവന് ഏതോ ലോകത്താ. കാരണം അത്ര ചെറിയ കുട്ടിക്ക് പോലും ഡ്രഗ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡ്രഗ് കൊടുത്തിട്ട് അവരെ റോട്ടിലേക്ക് ഇടുന്നത്. ഇവരെയൊക്കെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടിയാൽ എത്ര ഇവർക്ക് കൊടുക്കുന്നുള്ള, ഭക്ഷണം കൊടുക്കണ്ട, ആകെ കുറച്ച് വെള്ളോ അത് നാട്ടുകാർ കൊടുക്കുമല്ലോ. അപ്പൊ ഈ വിധത്തിൽ ഇതിന്റെ പിന്നിൽ കളിക്കാനും നല്ല സഹായം. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മളെ നാട്ടിലത്തെ ഒരു സർക്കാരുകളെ സൂക്ഷിക്കേണ്ട. സർക്കാർ ഇപ്പൊ കേരള സർക്കാരിനായാലും ഞാൻ കുറ്റം പറയും, കാരണം പോലീസിന് എത്ര ഇടപെടൽ നമ്മുടെ സർക്കാർ പറയുന്ന ഇവരൊക്കെ അതിഥി തൊഴിലാളികളാണെന്നാണല്ലോ. അതിഥി ദേവോ ഭവ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയാണല്ലോ. അവിടെയാണ് ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നുണ്ടോ എന്ന സംശയം കൂടി. വോട്ട് ബാങ്കാക്കി മാറ്റാനാണ് കാരണം പലർക്കും റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ രേഖകൾ ഉണ്ടല്ലോ, വോട്ടേഴ്സ് ഐ ഡി, പാസ്പോർട്ട്, അതിനൊക്കെ പുറമെ ഇപ്പോൾ അവർക്ക് പിന്നെ റേഷൻ കാർഡ് കൊടുക്കുന്നു. മാത്രമല്ല ഈയിടെ വന്ന ഒരു റിപ്പോർട്ടാണ്, ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് പോലും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഫിലിംസ് കാണാൻ തിയേറ്ററിൽ ചേർന്നാൽ ഇപ്പൊ ബംഗാളികളല്ലേ തിയേറ്റർ എന്ന് അറിയാൻ. നമ്മളെ നാട്ടിൽ ആകെ ഒരു തിയേറ്ററിലായിരുന്നു കോഴിക്കോടൊക്കെ ഹിന്ദി ഫിലിംസ് ഒക്കെ വരിക. ഇപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാം വരുന്നുണ്ട്, കാരണം ഇവരെ പോലെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കച്ചവടം വരണമെങ്കിൽ ഇവര് വേണം എന്നുള്ള ഒരു ഭാഗത്തുനിന്ന് കച്ചവടം മെന്റാലിറ്റി. പക്ഷെ ഇവിടെ ഒരു കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ പോലെയായി രാജ്യത്തിന്. പിന്നെ എല്ലാം നടക്കും എല്ലാ സ്ഥലത്തും. പിന്നെ എന്താ പറയാ, ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് സാറ് പറഞ്ഞ പോലെ ഇങ്ങോട്ട് കടന്ന് ഇനി അടുത്ത ഇന്ത്യ കൂടിയല്ലേ ഉള്ളൂ ബാക്കിയായിട്ട് ഇരിക്കുന്നത് ഇവരെ കൈയടങ്ങുന്ന കാര്യങ്ങള്. ഇപ്പൊ ചോദിക്കട്ടെ, ഇവര് പറയും ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോണ്ടേ, ഇവരെങ്ങോട്ടാ പോണ്ടേ, രാജ്യമില്ലാത്ത രോഹിംഗ്യൻ, മ്യാൻമർ. അപ്പൊ ഇവരോട് ചോദിക്കാനുള്ള 56 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഈ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ദാനധർമ്മങ്ങൾ ചെയ്യണായോണ്ട് ഇത്ര സമാധാനത്തിന്റെ മതമായിട്ട് ഇവരെ ഒരു 10 ലക്ഷം വെച്ചിട്ട് ഇവരെ ഓരോ രാജ്യങ്ങൾ അങ്ങോട്ട് കാർഡ് കൊടുത്ത് ഏറ്റെടുത്താ പോരെ? എല്ലാരും തെള്ളിക്കേറി ഇന്ത്യയിൽ വരിക, ഇന്ത്യയിൽ അമിഷി മോഡി ഇരുന്ന് ഈ കാർഡ് ഉണ്ടാക്കുക, ഇവരെ ഇവിടെ താമസിപ്പിക്കുക, ഉള്ള കള്ളന്മാരൊക്കെ എന്നുള്ള നമ്മളെ രാജ്യത്തിന് മാത്രം ആലോചിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ത് ദുരന്താണ്. നമ്മളത് ഏറ്റെടുക്കണം എന്നുള്ള എന്താ നിർബന്ധം? സൗദി അറേബ്യ എടുക്കോ, ദുബായ് എടുക്കോ? അപ്പൊ നമ്മളെ തെറി വിളിക്കുന്ന ഇവരോട് ചോദിക്കേണ്ടേ? CA പാടില്ല, CA NRC കർശനമായിട്ട് എല്ലാ സ്ഥലത്തും നടപ്പിലാക്കണം. നമ്മൾ വിചാരിച്ച കേരളത്തിലൊന്നും ഇത് ആവശ്യം വരൂല എന്നാ. പക്ഷെ കേരളത്തിലല്ലേ ഇപ്പൊ പിടിച്ച എല്ലാരും ബംഗ്ലാദേശി പൗരനാണെന്നുള്ള ഏത് ക്രൈമിൽ വന്നവരെയും നമുക്ക് അതിൽ 90% അങ്ങനെയാ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ അവിടെ അവന്റെ ആവശ്യമില്ല, അതിർത്തിയില്ല, അതിർത്തി വരമ്പെന്ന് കേറാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണ നമ്മളാണ് ഏറ്റവും അധികം അവരെ ഇൻവൈറ്റ് ചെയ്യണത്. അപ്പൊ ഇവർക്കെല്ലാം സൗകര്യങ്ങൾക്കെല്ലാം കിട്ടും ചെയ്യും. പിന്നെ മുന്നോട്ടുള്ള ഒരു രാജ്യം ഉണ്ടാക്കാൻ ബ്രദർഹുഡ് കാണിപ്പോ അൽ ജസീറ, അൽ ഖൈദ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ആൾക്കാരെ തള്ളിവിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ് ആൾക്കാരെ വെച്ച്. ജനസംഖ്യ പെർസെന്റേജ് വേണ്ടേ? ജോസഫ് സാർ, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശികൾ തളിപ്പറമ്പ്, കുറുമാത്തൂര് എന്നീ പ്രദേശങ്ങൾ യഥേഷ്ടം വിലസുന്നു. ഇവരെ മലയാളം പഠിപ്പിച്ച് റേഷൻ കാർഡ് വരെ കൊടുത്ത് വീടും കൊടുത്ത് യഥാർത്ഥ ഹിന്ദുവിനെ പോലെ മലയാളിയായി ഇവർ വിലസുകയാണ്. അറിയണമെന്നുണ്ടെങ്കിൽ 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് തളിപ്പറമ്പ് ബാറുകളിൽ ചെന്നാൽ മതി. ഇത് ഇവരുടെ വിഹാര കേന്ദ്രമാണ്. നേരത്തെ നുസ്രത്ത് മാഡം പറഞ്ഞതുപോലെ ഇപ്പോൾ ഡ്രഗ്സ് കാരിയേഴ്സ് കൂടെ ആയിട്ട് മാറുന്നു. ഇപ്പോൾ നോക്കൂ, കേരളം എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയത്? അത് പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുട്ടികളെല്ലാം, നല്ലൊരു ശതമാനം കുട്ടികളും വളരെ വയലൻ്റാണ്. അവർ മദ്യപിക്കുന്ന കാണുന്നില്ല, അവർ ഒരു മണവും അടുത്തെത്തുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അടിയന്തരമായിട്ട് മറ്റേ രാഷ്ട്രീയ ഭേദമന്യേ MLA-മാർ ഏത് പാർട്ടിയിലായാലും ശരി, പഞ്ചായത്തിലെ പ്രതിനിധികൾ ഏത് പാർട്ടിയിലായാലും ശരി, സ്കൂളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രശ്നത്തിലാവും. കാരണം ഇപ്പോഴേ നമ്മൾ കുട്ടികൾ പതുക്കെ വയലൻ്റ് ആയി തുടങ്ങി. സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർക്ക് അവർക്കെതിരായിട്ട് അവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി, അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ആ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത് ഡ്രഗ്സിൻ്റെ ആധിപത്യം തന്നെ, യാതൊരു സംശയമില്ല. ഈ ബംഗാളി എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നവരെല്ലാം ബംഗ്ലാദേശ്. കാരണം ബംഗാളുകാരെ നമുക്കറിയാം, അവർ ഇന്ത്യക്കാരാണ്, അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അവർ കഴിവുള്ളിടത്തോളം അവരുടെ ആ സ്റ്റേറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേസമയത്ത് ഇവിടെ വന്ന് ജോലിക്ക് വരുന്നവർ അവിടെ കടന്ന്, കാരണം അവിടെ വെച്ച് പ്രത്യേകമായിട്ട് ബംഗാളിക്ക് ബംഗ്ലാദേശുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് ചേക്കേറാൻ പറ്റുന്ന സ്ഥലങ്ങളോട് പതുക്കെ കയറുക. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പണി ചെയ്യാൻ ആളില്ല. എല്ലാ രംഗത്തും നമ്മൾ ഇവരുടെ സഹായത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മലപ്പുറത്തായാലും ശരി, തളിപ്പറമ്പായാലും ശരി, പല സ്ഥലങ്ങളിലും നമ്മൾ രാത്രി ഒന്ന് സഞ്ചരിച്ച് നോക്കിക്കേ, എല്ലാ ബാറിലും ഇവരൊക്കെ തന്നെയാണ് ഭൂരിപക്ഷ ആൾക്കാർ. അതുതന്നെയല്ല, ഈ പെരുമ്പാവൂർ, കോതമംഗലം, എറണാകുളം ജില്ലയിൽ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പായിപ്പാട് വരെ പറഞ്ഞിരിക്കുന്നു. ഇവർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം അതിനകത്ത് ട്രേസ് ചെയ്ത് ഇന്ത്യക്കാരല്ലാത്ത ഇവരെ ബംഗ്ലാദേശുകാരെ പറഞ്ഞു വിട്ടേ പറ്റൂ. കാരണം ഈ ഇൻഫിൽട്രേഷൻ അവിടെ ഒരു നല്ല ശതമാനം ആൾക്കാർ പതുക്കെ പല നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ഇവിടെയൊക്കെ പതുക്കെ നുഴഞ്ഞു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തിന് വലിയ ത്രെട്ടാണ്. രാജ്യത്തിന് ത്രെട്ടെന്ന് പറഞ്ഞാൽ ആളെ ഇന്ത്യ എത്ര ലക്ഷം പേരെ വേണേലും സ്വീകരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ചെറുപ്പക്കാരെ ഇവർ വേറൊരു ലോകത്തേക്ക് കൊണ്ട് ഇന്ത്യ നശിക്കും എന്നുള്ളതാണ്. അത് നേരത്തെ മാഡം പറഞ്ഞ പോലെ 56 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടായിരുന്നെങ്കിൽ അവരാരും ഇവരെ സ്വീകരിക്കില്ല, അവരാരും ഇവിടെ സ്വീകരിക്കത്തില്ല. കാരണം അവരെ അവിടെ സ്വീകരിക്കാത്ത കാരണം ഇതെല്ലാം കുഴപ്പക്കാരാണെന്ന് അവർക്കറിയാം. ഇംഗ്ലണ്ടിലും ഇത് വന്നിരിക്കുന്നുണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. അവിടെ കുറച്ചുകൂടെ ലിബറലായി കഴിഞ്ഞപ്പം കുറേ അധികം ആൾക്കാർ അവിടെ ചേക്കേറിയിട്ടുണ്ട്. അവിടുത്തെ സാമൂഹിക രംഗത്ത് കംപ്ലീറ്റ് പ്രശ്നങ്ങളായി. കാരണം അതുകൊണ്ട് അവർ വിദേശത്ത് ആൾക്കാരെ ഇപ്പം സ്വീകരിക്കാൻ പഠിക്കും. കാനഡയിലും അതേ അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് പോയാലും ശരി, ഇതുപോലെയുള്ള ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സമൂഹത്തിന്, ശാന്തമായ സമൂഹത്തിനെ നശിപ്പിക്കും. ആ അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. വന്നു കഴിഞ്ഞു, അത് വലുതല്ല, വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെന്താണ് പ്രതിവിധി നമ്മൾ ചെയ്യേണ്ടത്? പെരുമ്പാവൂർ ഇപ്പോൾ ഉള്ള അവിടെ പോപ്പുലേഷൻ വളരെ കൂടിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ നേരിട്ട്. എറണാകുളം റൂറൽ ജില്ലയിൽ വളരെയധികം ആൾക്കാരുണ്ട്. പെരുമ്പാവൂർ ആ ഭാഗത്തൊക്കെ ധാരാളം ഈ വുഡ് വർക്ക് ചെയ്യുന്നിടത്തെല്ലാം ബംഗാളി എന്ന് പറയുന്നത് എത്രയോ ക്രിമിനൽ കേസുകളിൽ ഇവർ പ്രതികളാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഇവരുടെ റൂട്ടൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ, ഇവർ ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം പോലും നടക്കുന്നില്ല എന്നുള്ളതല്ലേ സങ്കടകരം? അത് രാഷ്ട്രീയം മറന്നിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും, കാരണം ഇവർ പല റൂട്ടിൽ കൂടെയാണ് വരുന്നത്. അവർക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. കേരളത്തിൽ വന്നാൽ നമുക്ക് എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഇവിടെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റും അവർക്ക്, ഇവിടെ നല്ല കൂലിയും കിട്ടും. അതേസമയത്ത് ഇവരെ കുറേ ആൾക്കാർ നമുക്കറിയാം എല്ലാ മാസവും അല്ലെങ്കിൽ 2-3 മാസം കൂടെ മടങ്ങിപ്പോയിട്ട് വീണ്ടും വരികയാണ്. അത് ഡ്രഗ്സ് കൊണ്ടുവരുന്നതാണ്. നമ്മൾ കേരളത്തിലെ നമ്മൾ ആലോചിച്ചുകൊണ്ട് എത്ര ടണ്ണാണ് കഞ്ചാവ് പിടിക്കുന്നത്. ഇതൊക്കെ മറ്റു പലത്തൊന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡ്രഗ്സ് തന്നെ. നമ്മളിപ്പോൾ നോക്കിക്കോളൂ, എല്ലാ ഏരിയയിലും നമുക്ക് ഡ്രഗ്സ് ലഭിക്കും. കേരളത്തിൽ എവിടെ പോയാലും മുറുക്കാൻ കടകൾ എല്ലായിടത്തും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഒരു മെഡിക്കൽ ഷോപ്പിനകത്തും റീറ്റെയിൽ സെയിൽ അത് പിടിക്കുകയും ചെയ്തു പോലീസ്. അപ്പം കുറച്ചുകൂടെ നമ്മൾ ഈ രാഷ്ട്രീയം മറന്നിട്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന അതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിച്ച് കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, ആൾക്കാർക്ക് ഈ വയലൻ്റ് ആകുന്ന പ്രായമുള്ള ആൾക്കാരും വളരെയധികം ചെറുപ്പക്കാരും ഒക്കെ 30-35 വയസ്സുള്ള വയലൻ്റായി. എന്താണ്? വീട്ടിലുള്ള അമ്മയും അപ്പനെയും വെട്ടിക്കൊല്ലുകയാണ്, അയൽവക്കംകാരെ കൊല്ലുകയാണ്. അവർക്കൊരു പേര്, കാരണം ഇത് ഉപയോഗം കൂടിയിട്ടാണെന്ന് ഞാൻ പറയണത്. അവർക്കൊരു ക്ഷമയെന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല. ഏത് കാര്യത്തിനും പെട്ടെന്ന് വയലൻ്റായി ഉടനെ അവർ എന്താ ബ്രൂട്ടലായ മർഡറുകൾ ചെയ്യുന്നത്. നമുക്ക് എറണാകുളത്ത് കണ്ടല്ലോ, ഈ 2 ഉണ്ടായിട്ട് ഒരു അയൽവക്കത്തെ വീട്ടിൽ 4 പേരെ കയറി അങ്ങ് വെട്ടുകയാണ്. അതിൽ 3 പേര് മരിച്ചു, ഒരാളെ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഇപ്പോഴും. അത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. എത്ര നാളായി? അയാൾക്ക് 28 വയസ്സോ 30 വയസ്സേ ഉള്ളൂ. ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ബാംഗ്ലൂരിൽ പോയാലും എവിടെയും സുലഭമാണ്. IT രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഏരിയയിലും ഇത് സുലഭമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാശത്തിലേക്കാണ് പോകുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അത് രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ, ഇന്ത്യക്കാർ ഇന്ത്യയിൽ തന്നെ മനസമാധാനമായിട്ട് BC മുതൽ നമ്മൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് എനിക്ക് കണക്കാക്കാൻ നോക്കുള്ളൂ. കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലും നല്ലൊരു റിഫ്റ്റ് ഉണ്ട് ഇപ്പം. അത് നമ്മൾ ഇന്ത്യ കൈകാര്യം ചെയ്യണമെന്നുകൊണ്ടാണ് ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു. ചെയ്തേ പറ്റൂ നമുക്ക്. കാരണം അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ്റെ രാജ്യം നശിക്കും. നമുക്ക് നമ്മുടേതായ രീതിയിലെ പല പ്രശ്നങ്ങളും ഇന്ത്യക്കകത്തുണ്ട്. അതുകൊണ്ട് ബംഗാളികൾ ഇവിടെ വരുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്, റിസ്ക്കാണ്.
അതെന്തായാലും ചിലവെങ്കിലും ഈ കാര്യം വെളിയിലോട്ട് പറഞ്ഞല്ലോ. ഞാനിത് നേരത്തെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെയുള്ള മുഖ്യധാരയിലെ ചാനലുകാരൊന്നും അത് എടുക്കുന്നില്ല. കാരണം നമ്മൾ സ്വയം നശിക്കുന്ന കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ. നമുക്ക് ആൾക്കാരെ അത് ബോധ്യപ്പെടുത്തണം, അവരെ ബോധവാന്മാരാക്കണം. കാരണം എല്ലാവരും കൂടെ പൊതുജനങ്ങളുടെ സഹകരണം ഇല്ലാതെ ഈ ഏരിയയിലുള്ള ഇവരുടെ പ്രവർത്തികൾ, കാരണം പല ബാറിലും പല തിയേറ്ററിലും നോക്കിയപ്പോൾ ഇപ്പം ഈ എറണാകുളം ജില്ലയിൽ പലയിടത്ത് ഹിന്ദി സിനിമയാണ് ഓടുന്നത്. പണ്ടതില്ലായിരുന്നു, മലയാളം ദക്ഷിണേന്ത്യൻ സിനിമകളായിരുന്നു. കാരണം ഇന്ത്യയിലെ പഴയ സിനിമകളൊക്കെ ഇവിടെ ഓടുകയാണ്. അതൊക്കെ തന്നെ എങ്ങനെ അതെ, എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ടാക്കീസ് പോലത്തെ നാടുകളിലൊക്കെയാണ് കൂടുതൽ ഹിന്ദി. ഇവര് കാരണം ബിസിനസ് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും ആയി കഴിഞ്ഞു. ഇപ്പം ടൗൺ ഒഴിച്ച് നമ്മൾ അങ്ങനെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യരുത് ഈ രീതിയിലുള്ളത്. കാരണം ഇവിടെ എല്ലാ രീതിയിലും നമ്മുടെ ചെറുപ്പക്കാർ നശിക്കുകയാണെന്ന് നമ്മൾ അതെന്താണ് എല്ലാവരും ചിന്തിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഡ്രഗ്സ് വരുന്ന വഴിയാണ്. കാരണം ഇവർക്കൊന്നും വേറെ മാർഗങ്ങളൊന്നുമില്ല. അത് ഡൽഹിയിലായാലും ശരി, അത് ഭോപ്പാലിലായാലും ശരി, അതുപോലെ കൽക്കട്ടയിലൊക്കെ, ബോംബെയിലൊക്കെ ഇതൊക്കെ തന്നെ, പൂനെയിലായാലും ശരി. ദക്ഷിണേന്ത്യയിൽ അധികം ഞാൻ കാണുന്നില്ല. എങ്കിലും ഇവിടെ ഇപ്പോൾ ആന്ധ്രയിലായാലും ശരി, തമിഴ്നാട്ടിലായാലും കുറേയൊക്കെ ആൾക്കാർ അലർട്ടാണ്. പക്ഷേ കേരളത്തിലെ നമ്മുടെ ചെറുപ്പക്കാരും ആൾക്കാരും എല്ലാവരും വിദേശത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ഓരോ വീട്ടിലും ഇവരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കില്ല. സ്വിഗ്ഗി ആയാലും ശരി, ഫുഡ് വാങ്ങിക്കാനായാലും ശരി, എല്ലാവരും ഇപ്പം പതുക്കെ ബംഗാളിയിലും പല സ്ഥലത്തും വന്നു തുടങ്ങി. അതെ, കാരണം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മുടെ ഈ നമ്മുടെ നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ പഠിക്കണം ഇപ്പോഴത്തെ. കാരണം അത് രാഷ്ട്രീയക്കാരും അവരെ പഞ്ചായത്തിലെ മെമ്പർമാരും കൂടെ അവരോരോ ഏരിയയിൽ ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് വാച്ച് ചെയ്തേ പറ്റുള്ളൂ. അവർ ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് അവരെ സംരക്ഷിക്കാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തീർച്ചയായും പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് കാരണം അതിൻ്റെ റിസ്ക് ആ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനും ബംഗ്ലാദേശും അൺട്രസ്റ്റായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാവില്ല. നമ്മൾ വളരെ വിജിലൻ്റാണ് ആ കാര്യത്തിൽ. ഏത് ഭരണം വന്നാലും ശരി വിജിലൻ്റ് ആണ് ആ കാര്യത്തിൽ. നമ്മൾ കുറച്ചുകൂടെ വിജിലൻസ് വേണം. കാരണം ഈ ഒരു ആൾക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർ വേറെ ചിന്താഗതിയാണ്. രാജ്യപുരോഗതി അല്ല അവരുടെ ലക്ഷ്യം. രാജ്യത്തെ നശിപ്പിക്കാനുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമാണ് അവരെ ആര് പറഞ്ഞു വിടുന്നു, ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ സോഴ്സ് ഓഫ് മണി എവിടുന്ന് വരുന്നു അവർക്ക് ഈ പണം, അല്ലെങ്കിൽ അങ്ങനെ നല്ല ധനവാന്മാരായിട്ട് ഇവിടെ വീടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരാണ് ഇവരെ ഇവിടെ എത്തിക്കുന്നത്, അതാണ് കണ്ടെത്തേണ്ടത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും നല്ല റാക്കറ്റുണ്ട്. ഇത് ഭയങ്കര ഈ മൈഗ്രേഷന് അത് ഇന്ത്യയിലല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെ നമ്മുടെ അതിർത്തികളിൽ കൂടെ ഈസി ആയിട്ട് ആൾക്കാർ കാണും. കാരണം ഏകദേശം 14,000 കിലോമീറ്റർ 18,000 കിലോമീറ്റർ എങ്ങാണ്ട് അതിർത്തിയുണ്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ. അപ്പോൾ അവിടെ മുഴുവൻ നമുക്ക് ഇപ്പം തന്നെ ബംഗ്ലാദേശിലെ ഇഷ്യൂ വന്നപ്പോൾ ചില പ്രത്യേക ഏരിയയിൽ ഇന്ത്യ അവിടെ കിടങ്ങുകൾ കുഴിച്ച് അവിടെ അതിർത്തി നമ്മൾ ഫെൻസ് ചെയ്യാൻ തുടങ്ങിയപ്പം അതിന് ശക്തമായ എതിർപ്പ് ബംഗ്ലാദേശിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടല്ലോ. അത് കാണണം നമ്മൾ. എന്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി നമ്മൾ സംരക്ഷിക്കുന്നതിന് അവർക്ക് തന്നെ ഇത്ര ദണ്ണം. അപ്പോൾ അവരുടെ പല പരിപാടികളും നടക്കാതെ വരുന്നു. ഇപ്പം അതിശക്തമായി നമ്മൾ അതിർത്തി ഇപ്പം കാത്തു സൂക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരെ പറ്റി എതിർക്കുന്നത്. ഇന്ത്യൻ അംബാസഡർ അവിടെ വിളിച്ചിട്ട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡാക്കയിൽ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ് വിളിക്കുന്നത്? ഇന്ത്യയെ ആശ്രയിച്ച് കഴിഞ്ഞ ഒരു രാജ്യമാണെന്ന് അത് വലിച്ചോണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വയലൻ്റ് ആകേണ്ടി വരും ഇന്ത്യ. കാരണം അങ്ങനെ ഒരു ആക്ഷനിലോട്ട് നമ്മൾ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. കാരണം പല രാജ്യങ്ങളും പല വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരായിട്ട് പതുക്കെ നീങ്ങുന്നുണ്ട്. ഇന്ത്യ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് വരുന്നതും അത് രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ ഈ പറയാം. രാഷ്ട്രീയ ഇതിൽ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ശരി, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തീർച്ചയായിട്ടും വളരെ ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വളർച്ചയാണ് സാമ്പത്തികമായിട്ട്. തീർച്ചയായും സലീം മടവൂർ എന്തോ പറയാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഞാനത് വായിച്ചെടുക്കുന്നു. സലീം മടവൂർ, ബംഗ്ലാദേശികൾക്ക് കേരളത്തിന് എന്ത് കാര്യം? സലീം മടവൂർ, ഇപ്പം അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആദരപൂർവ്വം ബംഗാളികളെ കൊണ്ടുവന്നോ കുഴപ്പമില്ല, പക്ഷേ ഈ ബംഗ്ലാദേശികൾ അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയല്ലേ? തീർച്ചയായിട്ടും ഏത് രാജ്യത്ത്, ബംഗ്ലാദേശ് എന്നില്ല, ഏത് രാജ്യത്തു നിന്നും വേണ്ടത്ര രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് ആര് വന്നാലും
അത് തെറ്റാണ്, അത് തടയേണ്ടി വരും. ഉം. പക്ഷെ ഇവിടെ അതിർത്തി കടന്ന് ഇത്രയും എളുപ്പത്തിൽ ഇന്ത്യ മുഴുവൻ, അതായത് കേരളത്തിൽ വരുന്നതിന് മുമ്പ് കുറെ സംസ്ഥാനങ്ങൾ കടന്നും റെയിൽവേ ടിക്കറ്റ് എടുത്തൊക്കെയാണല്ലോ ആളുകൾ വരുന്നത്. അതെ. അപ്പോ അവര് വരുന്നത്, അതായത് അതിർത്തി കടക്കുന്നു, അതിർത്തി രക്ഷാസേന അവിടെ കാവലിൽ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ബസ്സിൽ വരുന്ന ആളുകളല്ല, ട്രെയിനിലാണ് വരുന്നത് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പൊ റെയിൽവേ സംവിധാനം കാര്യക്ഷമമാക്കി ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച്, നിലവിലുള്ള നിയമമുണ്ടല്ലോ, അപ്പൊ ഇതൊന്നും പരിശോധനയില്ലാതെയാണ് നേരെ കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാത്തത് കൊണ്ടാണ് എളുപ്പത്തിൽ ബംഗ്ലാദേശ് പൗരന്മാർക്ക് ഇന്ത്യയിൽ വരാൻ സാധിക്കുന്നത്. അതിർത്തിയിലൂടെ ഞാൻ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഡൗക്കി ബോർഡർ, അതുപോലെ തന്നെ അതിർത്തിയിൽ ഏതാണ്ട് 200 കിലോമീറ്റർ ഒരിക്കലും എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. കാര്യമായ ശ്രദ്ധയില്ലാത്ത ഒരു അതിർത്തിയാണ്. ഞാനിങ്ങനെ, അതായത് നമ്മുടെ ഈ കമുക് ഇന്ത്യയിലെ കമുകിന്റെ മുകളിലൂടെ കയറിയാൽ ബംഗ്ലാദേശിലെ കമുകിലൂടെ താഴെ ഇറങ്ങാൻ പറ്റിയ രൂപത്തിൽ തീരെ ഗൗരവമില്ലാത്ത അതിർത്തിയാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും. ഇപ്പൊ ഡൗക്കി ബോർഡറിൽ പോലും കുട്ടികളൊക്കെ ഓടി അപ്പുറം പോയി ബംഗ്ലാദേശിലെ ഉന്തുവണ്ടിയിൽ നിന്ന് സാധനം വാങ്ങാൻ, അല്ലെ പുഴയുടെ സൈഡിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ ഫ്രണ്ട്ലി ബോർഡറാണ്. അപ്പൊ അതൊരു പക്ഷേ ഫ്രണ്ട്ലി ബോർഡർ എന്നാണ് അവിടെ വിളിക്കുന്നത് തന്നെ. അപ്പോ അവിടെയൊക്കെ ഒരു പക്ഷേ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുന്നവരെ തടയണം, ഗൗരവമായി തടയണം. തന്നെയല്ല ഇന്ത്യയിൽ എത്തിയിട്ട് ഇവർക്ക് എങ്ങനെ ഈ ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ ട്രെയിനിൽ സഞ്ചരിച്ച് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഗൗരവമാക്കേണ്ടത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിൽ ശക്തമായിട്ട് ഇടപെടേണ്ടത്. കേരളത്തിൽ ഇപ്പൊ പോലീസിന് പരിമിതി ഉണ്ട്. ഓരോരുത്തരെയും നോക്കിയിട്ട് ആരാണ് ബംഗാളി, ആരാണ് ബംഗ്ലാദേശി എന്നൊക്കെ നിലവിൽ സംവിധാനത്തിൽ. അല്ല, കേരള സർക്കാരിന്റെ കൈവശം കൃത്യമായിട്ടുള്ള കണക്കുണ്ടോ? ഈ നിങ്ങൾ ഈ അതിഥി തൊഴിലാളികൾ, സോക്കോൾഡ് അതിഥി തൊഴിലാളികളുടെ കണക്കുണ്ടോ കൈവശം? അതിഥി തൊഴിലാളികൾ വന്നാൽ കൊണ്ടുവരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷന് നിയമങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതും അറിയാൻ രജിസ്ട്രേഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ ഏകദേശം? അത് കൃത്യമാണ്, എനിക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ ആ പഠനം ഞാൻ വിധേയമാക്കിയില്ല. പക്ഷെ നിലവിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആ വരുന്ന ആളുകളെ, എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന ആളുകൾ ട്രെയിനിൽ ഇവിടെ എത്തുന്നത് അപ്പൊ കാര്യക്ഷമമായിട്ട് ആളുകളുടെ യാത്രാ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നേരെ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. ഇവരൊക്കെ വലിയ കള്ളവണ്ടി കയറി വരുന്നതല്ലേ സലിം മടവൂര്? അതെ. അല്ല ഇവര് ട്രെയിൻ വഴി തന്നെ വരണമെന്നില്ലല്ലോ. മാത്രമല്ല, ഞാൻ ഈ ചർച്ചയുടെ ആമുഖത്ത് ഞാൻ പറഞ്ഞു, ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് കൊണ്ടുവരാലോ. അല്ല അങ്ങനൊന്നും വരുന്നില്ല. എല്ലാം ട്രെയിൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രെയിനുകളിലാണ് ഇവരൊക്കെ വരുന്നത്. അല്ലാതെ ഒന്നും ആരും ട്രക്കിൽ കയറിയൊന്നും, ട്രക്കിൽ അതിർത്തി കിടക്കുന്നുണ്ടാവും. അതിർത്തി ഒരു പക്ഷേ ആളുകൾ ട്രക്കിലൊക്കെ. അല്ല, ഈ AC കോച്ചുകളിൽ പോലും ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്ന് അറിയില്ല. ഇപ്പൊ നമ്മളൊക്കെ ദീർഘദൂര നേരത്തെ ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തക്ക് പോകാൻ കൊറോമണ്ഡൽ എക്സ്പ്രസ് ഏറ്റവും ആകർഷണീയമായ ഒരു ട്രെയിൻ ആയിരുന്നു. ഇപ്പൊ അത് നേരത്തേക്ക് അടുക്കാൻ കഴിയില്ല. ആ ട്രെയിന് അതിവേഗം പോകുന്നത് വളരെ ഇഷ്ടപ്പെടുന്ന, ഞാൻ 2 തവണ വീണ്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രെയിന്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കൊറോമണ്ഡലിന്റെ അടുത്തേക്ക് നമുക്കൊന്നും അടുക്കാൻ സാധിക്കില്ല. അത്രമാത്രം ആളുകൾ ഇടിയും തിക്കുവാണ് ആ വണ്ടിന്റെ അകത്തേക്ക്. നമുക്ക് ഒരു സീറ്റ് കിട്ടിയാൽ പോലും അതിലൊക്കെ ഈ ബംഗാളികൾ, ബംഗ്ലാദേശിയരല്ലേ ബംഗാളികളും. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറില്ല. അപ്പോഴാണ് നിർബന്ധിത അവസ്ഥയിൽ ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്ന്, ഇപ്പൊ പശുവിനെ നോക്കാൻ വേണ്ടി ആസാമിൽ നിന്ന് ആൾ വരും. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്നത് മണിപ്പൂരിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ എല്ലാ ഭാഗത്തും ആളുകൾ വരികയാണ്. എല്ലാം നമ്മുടെ ജോലിയും, നേരത്തെ ഹോട്ടലിലൊക്കെ സാധാരണക്കാർ ജോലി ചെയ്തിരുന്നു, അപ്പൊ അതും ആള് കിട്ടാഞ്ഞിട്ട് അവിടെ നിന്നാണ് ആള് വരുന്നത്. മിക്ക ഹോട്ടലിലെ കിച്ചൺ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, മലയാളികൾ പറയുന്നു തൊഴിലില്ല എന്ന്. അതെ, മലയാളി തൊഴിലെടുക്കുന്നില്ല. മലയാളി എങ്ങനെയെങ്കിലും സമയം ഒപ്പിച്ചുകൊണ്ട് പണി 2ാമത്തെ ദിവസത്തേക്ക് എങ്ങനെ നീട്ടാൻ നോക്കുമ്പോൾ ബംഗാളി വൈകുന്നേരത്തേക്ക് ഇത് പണി തീർത്ത് വേഗം പോവുകയാണ്. അപ്പൊ ഒരു ലോഡ്, എനിക്ക് തന്നെ ഒരിക്കലും ആദ്യമായിട്ട് ഇതൊക്കെ പേർക്ക് വരുന്ന സമയത്ത് ഞാനൊരു അനുഭവം എനിക്കുണ്ടായി. ഒരു ലോഡ് നമ്മുടെ ഈ വെട്ടുകല്ല് എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ തൊഴിലാളികളെ അവർക്ക് ജോലി കൊടുക്കാന്ന് വെച്ച് വിളിച്ചപ്പോ അത് അന്ന് തീർന്നില്ല, അടുത്ത ദിവസം തീർന്നു. ആ സമയത്ത് അടുത്ത ദിവസം ബംഗാളി വന്ന് നോക്കുമ്പോൾ ബംഗാളി വൈകുന്നേരം 2 മണിയാകുമ്പോൾ ഒറ്റക്ക് ജോലി തീർത്തിട്ട് ഇനി എന്തെങ്കിലും ജോലി ഉണ്ട്. അപ്പൊ ആളുകൾ ഇവരുടെ ഈ ജോലിയിലുള്ള സജീവത ഒരു പക്ഷെ ആളുകൾ ആകർഷിക്കുന്നുണ്ടാവും. അത് പ്രധാനപ്പെട്ട അതാണ്. അവർ വന്നാൽ പിന്നെ ജോലി എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്കാണെങ്കിൽ ഭക്ഷണം, നമ്മുടെ ഇവിടെയുള്ള ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ നന്നായി ഭക്ഷണം കൊടുക്കും. അപ്പൊ അവർക്ക് കപ്പ വേണം, ഇവർക്ക് അത് വേണ്ട. ഇവർക്ക് രാത്രിയിലെ ചോറാണ് അവർക്ക് വേണ്ടത്. പ്രധാന ഭക്ഷണം ചോറാണ്. അപ്പൊ ആളുകൾക്ക് ലാഭമാണ് ഈ ചോറങ്ങ് കൊടുത്ത്. അത് ആയാല് അവരെ കാര്യം കഴിഞ്ഞു, അവര് അത് ജോലി. അപ്പൊ അത്
നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ മാരകമായി ഇത് ബാധിക്കുന്നുള്ളത് ആളുകൾ ചിന്തിക്കുന്നില്ല. താൽക്കാലിക ലാഭമാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആളുകളെ വിളിക്കുന്നു, ജോലി ചെയ്യിക്കും. പക്ഷെ നമ്മുടെ പണം മുഴുവൻ തൊഴിൽ വകുപ്പ് ഒരു അവബോധം കൊടുക്കേണ്ടതല്ലേ? അത് എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് ആളുകളെ ബോധിപ്പിക്കണം. ഇപ്പോ നമ്മുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് പോകുന്നു. അവരൊക്കെ തന്നെ ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലി അവിടെ ചെയ്യുന്നതിന് അവർക്ക് മടിയില്ല. ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലി വിദേശ രാജ്യങ്ങളിൽ ബ്രിട്ടനിലൊക്കെ പോയിട്ട് ചെയ്യുന്ന മിക്ക ജോലികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ, അതേപോലെ MBA കോഴ്സിനൊക്കെ പോകുന്ന കുട്ടികൾ എന്തും ചെയ്യുന്നുണ്ട്. അവരെ വീട്ടിലെ ഏത് ജോലിയും, എന്ത് ജോലി, അത് നല്ല കാര്യം. അവരതിനൊരു പ്രൊഫഷനായിട്ട് അവിടെ കാണും. പക്ഷെ കേരളത്തിൽ വരുമ്പോ ഇവരുടെ അവബോധം കൊണ്ട് ഉയരുകയാണ്. എന്താ പറയാ, ഒരു താനെന്നൊരു എന്താ പറയാ ആംഭാവം വന്നിട്ട് ഒരു ജോലിയും ചെയ്യല, വൈറ്റ് കോളർ ജോലി. നമ്മൾ തമാശ പറയേണ്ട സമയമല്ല ഇത്. കുറെ കൂടി ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാസാഗർ ഗുരുമൂർത്തി കൂടി ചേർന്നിട്ടുണ്ട്. വിദ്യാസാഗർ ഗുരുമൂർത്തി, പശ്ചിമ ബംഗാൾ വഴി എത്തുന്നു അവർ, അതൊരു കാര്യം. അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി, ആ അതിർത്തി വഴി കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഇവരെ കൊണ്ടുവരുന്നത് ഒരു റാക്കറ്റാണ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഞാനത് പരാമർശിച്ചതാണ്. ഇവിടെ 10,000 മുതൽ 20,000 രൂപ വരെ കൊടുത്താൽ പാസ്പോർട്ടും ആധാറും പാൻ കാർഡും വോട്ടർ ID എല്ലാം കിട്ടും. കേരളത്തിലാണെങ്കിൽ റേഷൻ കാർഡ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളം ഇവരുടെ ഒരു ഇഷ്ടകേന്ദ്രമായിട്ട് മാറാനുള്ള കാരണം എന്തായിരിക്കും? പൊതുവെ ഇവിടെ വലിയ പരിശോധനകളൊന്നും ഇല്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ള ഒരു കാലാവസ്ഥ, അന്തരീക്ഷം, അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശികളെ ഇവിടെ ആകർഷിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും വളരെ ശക്തമായ ബംഗ്ലാദേശി സാന്നിധ്യമുള്ള ഇടമാണ്. അപ്പോ ഇതിപ്പോ ബംഗ്ലാദേശിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജൻസി ഒന്നിച്ചു പറഞ്ഞയക്കുന്നതാണോ, ഇവിടെ അത് നല്ല വിളഭൂമിയാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം പരീക്ഷിക്കാനെന്ന് തോന്നിയിട്ടാണോ, ഇതൊന്നും നമുക്കിപ്പോൾ അറിവില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ജിഷയുടെ കൊലപാതകം അമീറുൽ ഇസ്ലാം ചെയ്ത രീതി, ആ രീതി കണ്ടാൽ അറിയാം എത്രത്തോളം കിരാതമായി, എത്രത്തോളം വേദനിപ്പിച്ചൊരു മനുഷ്യനെ കൊല്ലാനുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു ജനതയാണ് ഈ ബംഗ്ലാദേശികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നത് പോട്ടെ, അത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്, അങ്ങേയറ്റം വേദനാജനകമാണ്. റേപ്പ് ചെയ്ത സ്ത്രീയെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടും പോരാ, അവളുടെ ജനനേന്ദ്രിയത്തില് കുപ്പികൾ കുത്തിത്തിരുകയും വയറ് കീറുകയൊക്കെ ചെയ്യുന്നതിനാണ്. അപ്പൊ ബംഗ്ലാദേശി മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടോ എന്ന് നമ്മളിപ്പോ പരിശോധിക്കേണ്ടതാണ്. വളരെ ക്രൂവലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിന് അവരുടമയാണ്. ഞാൻ അനിൽജിയോട് ചോദിക്കുകയാണ്, ഞാനൊരു വെജിറ്റേറിയൻ ആണ്, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഒരു 9ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി അവന്റെ അച്ഛന്റെ കോഴിക്കടയിൽ നിന്നിട്ട് രാവിലെ ഒരു 10-20 കോഴിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അതിന്റെ തോലൊക്കെ പൂടൊക്കെ പറിച്ചു കളഞ്ഞ് അതിന്റെ വയറ്റിനകത്തൊക്കെ കുത്തി കീറി പുറത്തെടുത്ത് കളഞ്ഞ് ഡ്രസ് ചെയ്യുന്ന അതിന് പറയുന്നത്, ശരിക്കും ഡ്രസ് അഴിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ അവിടെ കൊന്നുകൂട്ടി അത് നിലവിളിക്കണം, അയ്യോ അയ്യോ എന്ന് കരയുന്നത് കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാതെ സൂപ്പറായിട്ട് കൊന്നു വെച്ചിട്ട് അവൻ കൈ കഴുകിയാലെ കുളിച്ചിട്ട് സ്കൂളിലേക്ക് വരുന്നു. സഹപാഠിയായ ഒരുത്തരോട് ദേഷ്യം വന്നിട്ട് അവന്റെ കഴുത്ത് ഞെരിക്കുമ്പോൾ അവൻ കരഞ്ഞാൽ ഈ കുട്ടിക്ക് മനോവേദന ഉണ്ടാകുമോ? അവൻ ആ പ്രവൃത്തി നിർത്തുമോ? ഒരു സാധ്യതയുമില്ല. കാരണം ദിവസവും രാവിലെ ഒരു ജീവി കഴുത്ത് പടഞ്ഞ് അയ്യോ അയ്യോ എന്ന് കരയുന്ന കേട്ടിട്ടും ഒരു കോസ്റ്റരമില്ലാതെ കൊന്ന് അതിന് തൊലി പറിച്ച് കളയാൻ മനസ്സിലുള്ള ഒരു കൊച്ചുകുട്ടി അവൻ അടുത്തിരിക്കുന്ന കുട്ടിയെ കൊല്ലാനും മടിക്കില്ല. അത് അവൻ കരഞ്ഞുകൊണ്ടോ കേണ് അപേക്ഷിച്ചുകൊണ്ടോ നിർത്തുകയില്ല. ഈ തരത്തിലൊരു മൈൻഡ് സെറ്റ് ഗ്ലോബലി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുന്നുണ്ടൊന്നും വിഷമം തോന്നരുത്, നേരത്തെ സലീം സാർ പറഞ്ഞ സത്യമാണ്. ഈ പറഞ്ഞ മലയാളികളുടെ മടി വളരെ വലിയ കാര്യമാണ്. ഒരു വഹയ്ക്ക് കൊള്ളില്ല നമ്മൾ പണ്ട് പറയില്ലേ, ഒരു വഹയ്ക്ക് കൊള്ളാത്ത വർഗമായിട്ട് മലയാളികൾ മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഗൾഫിൽ പോയാൽ കക്കൂസ് കഴുകാൻ റെഡിയാണ്, യൂറോപ്പിൽ പോയാൽ ആരുടെ ചെരുപ്പ് തുടയ്ക്കാൻ റെഡിയാണ്. അപ്പൊ നമുക്ക് ഈ അഭിമാനം, അഹന്ത ഇതൊക്കെ വളരെ പ്രൈഡ് കൂടിയ ഒരു ജനതയാണ്. അത് വിട്ടേക്കുക. മറ്റൊരു വിഷയം ഇതിലുള്ളത് ക്രൈമുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് ബംഗ്ലാദേശിയുടെ വരവിനെ നമ്മൾ പേടിക്കുന്നു? അവിടെ ക്രൈം ഇൻവോൾവ്മെന്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ജനസംഖ്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന വളരെ ചെറിയൊരു ശതമാനം ജനങ്ങൾക്ക് ഒരു മൊത്തം ജനതയെ നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെ? ക്രൈം റേറ്റ് അനുസരിച്ചിട്ട്. അതായത് ഇപ്പോ ഒരു ഗൂണ്ടാ സംഘം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? മാക്സിമം പോയാൽ 500 പേര് കാണുമായിരിക്കും. അങ്ങനത്തെ ഗൂണ്ടാ സംഘം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല.
പക്ഷെ ഈ 500 പേര് ആയുധധാരികളാവുമ്പോൾ 500 പേർക്കും ഒരേ ആശയം ഉണ്ടാവുമ്പോൾ ഈ 500 പേരും ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്കുകൾ അയച്ചു വിടുമ്പോൾ മറ്റ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ചിതറി ഓടുകയാണ് ചെയ്യുക. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാംഗ്ലാദേശി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ക്രൈമിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിനെ ഒതുക്കാൻ ഒരുപക്ഷെ നമ്മുടെ പോലീസ് സേനയ്ക്ക് പോലും പറ്റിയെന്ന് വരില്ല. കാരണം പോലീസ് സേന ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡിങ് ലോ എക്സിക്യൂട്ടിംഗ് ടൈപ്പ് ഓഫ് സേനയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരൊരു ക്രിമിനൽസ് അല്ല, അവർ നിയമപാലകർ മാത്രമാണ്. ക്രിമിനൽസ് എന്താ ചെയ്യുന്നത്? ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഞാനത് മുമ്പ് പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അതായത് ഈ ബാംഗ്ലാദേശികൾ ചെയ്യുന്ന രീതി, ഗ്യാസ് ഉള്ള വീടുകളിൽ മിക്ക വീടുകളും അടുക്കള ജനൽ തുറന്നിട്ടിരിക്കും. അപ്പൊ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നാടൻ തോക്ക് ഉപയോഗിച്ചിട്ട്, അവിടെ കലാപം നടക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഇവർ, നാടൻ തോക്ക് ഉപയോഗിച്ചിട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ അടപ്പിലോട്ടാണ് ഇവർ വെടിവെക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? അപ്പോ ഒരു ചെലവ് കുറഞ്ഞ, ഒട്ടും ചെലവില്ലാത്ത ഒരു വെടിയുണ്ട കൊണ്ട് ഒരു വീട് മുഴുവൻ പൊട്ടിച്ച് അവനും ചാവും. ഈ പോകുന്നവൻ, അവന് സ്വർഗം കിട്ടുന്നുള്ള മൂഢവിശ്വാസം ചെറുപ്പത്തിൽ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് റിലീജിയനും ക്രൈമും ഒക്കെ ഒരുമിച്ച് ചേർത്ത് തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവര്. ഇവരെ പറ്റി ഞാൻ ഫിസിക്കൽ സ്ട്രക്ചർ എടുക്കുക. അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് മുഖത്ത് രോമ വളർച്ച കുറവായിരിക്കും. മീശയും താടിയൊക്കെ വളരെ അപ്പുറപ്പുറ രോമങ്ങളെ ഉണ്ടാവുള്ളൂ. ഉയരം പൊതുവെ കുറവായിരിക്കും. ക്രൗര്യമുള്ള ഒരു ദൃഷ്ടി. ഇതാണ് ഇവരുടെ ചടച്ച നെഞ്ച്. ഒരു ക്രൈം ചെയ്യാനൊന്നും അവനെ കൊണ്ട് കൊള്ളൂലെന്ന് തോന്നുന്നു ഒരു ബംഗ്ലാദേശിനെ കണ്ടാൽ. പക്ഷെ അവൻ ഏത് കൊടിയ ക്രൈമും, രക്തം ചിന്തുന്ന ക്രൈം ചെയ്യാൻ മടിയില്ലാത്തവരാണ്. കാരണം അവര് ഈ കുറഞ്ഞ ഒരു 10-20 കൊല്ലത്തിനിടയ്ക്ക് ബാംഗ്ലാദേശികൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ എടുത്തു നോക്കൂ. ക്രൂരമായി മനുഷ്യനെ കൊല്ലാൻ മടിയില്ലാത്തൊരു വിഭാഗമാണത്. അപ്പൊ ആ വിഭാഗത്തിന് മതചിന്തയും കൂടി വന്നാലോ? ഇപ്പൊ ഈ കൊല്ലുന്നത് ഒരു ഗുരുമൂർത്തിയാണെങ്കിൽ സ്വർഗം കിട്ടുന്ന ആരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ? തീർച്ചയായിട്ടും അവർ ചെയ്യാതിരിക്കില്ല. അപ്പോ ഒരു ക്രിമിനലിനെ സംബന്ധിച്ച്, ഒരു ക്രിമിനലിന്റെ ഉള്ളിലേക്ക് മതബോധം കൂടി ചേരുമ്പോൾ അത് ക്രൈമിന്റെ ഒരു പൂരക്കളിയായിരിക്കും ഇവര് നടക്കുക. അപ്പൊ കേരളത്തിൽ ഇപ്പോഴും ഇത്തരക്കാരെ പലയിടങ്ങളിലും പാർപ്പിച്ചിട്ടുണ്ടെന്നും, അതിഥി തൊഴിലാളി എന്നുള്ള പേര് ഒന്ന് ആലോചിച്ചു. എന്ത് ഭരിക്കാൻ അറിയാത്തൊരു വങ്കന്റെ വാക്കല്ലേ അത്. ഭരിക്കാൻ അറിയുന്നവൻ വരുന്നതും പോട്ടെ, അവൻ ജോലി ചെയ്ത് പോട്ടെ എന്നല്ലേ വിചാരിക്കും. അല്ലാണ്ട് അവൻ അതിഥിയാണ്, അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനാണെന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അതായത് ഇവിടെ വരുന്ന ആളുകളെ പറ്റി കൃത്യമായ കണക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവർ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇവര് ട്രെയിനിലൊന്നുമല്ല, നേരിട്ടൊന്നുമല്ല വരുന്നത്. ഇവര് പല 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 മാർഗങ്ങളിലൂടെ, വാഹനങ്ങളിലൂടെ, ട്രക്കുകളിലൂടെ ഒക്കെ ഇവർ എത്തിപ്പെടുന്നതിലൂടെ there is no account of how many people have already settled in Kerala. അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്താ വെച്ചാൽ അനിൽജി പിന്നെ ഈ ബാംഗ്ലാദേശികളും ഇനി പോട്ടെ ബംഗാളികൾ പോലും യാത്ര ചെയ്യുന്ന ജനറൽ കമ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും യാത്ര ചെയ്യാൻ ദുര്യോഗം ഉണ്ടായിട്ടുണ്ടോ? AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ദുര്യോഗം ഒരു 3-4 തവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാസാഗർ നമ്മളൊക്കെ ഇപ്പോൾ പാലക്കാട് നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് ദീർഘദൂര ട്രെയിനുകളെയാണല്ലോ നമ്മൾ ആശ്രയിക്കാറുള്ളത്. പണ്ട് ഈ AC കോച്ചുകളൊക്കെ കാലിയായി കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, മാറി. ഇപ്പൊ മൊത്തം ഇവരാണ്. എന്തുകൊണ്ടാണ് AC കോച്ചുകൾ ഇപ്പൊ ഇവർ ഫിലിന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ കേരളം കൊടുക്കുന്ന പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് സൂപ്പർ മാർക്കറ്റില് ബാംഗ്ലാദേശികൾ, അതെ സൂപ്പർ മാർക്കറ്റിൽ അവർ സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ. നമ്മളൊക്കെയാണ് ഒരു പൗഡർ ഒരു പേസ്റ്റല്ലേ വാങ്ങുക, അവരൊന്നിച്ച് ആ സെക്ഷൻ കൂട്ടിയിട്ട് ചെയ്യുക. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ പണം ഒരു പ്രശ്നമല്ലാതായി. കാരണം കേരളം കൊടുക്കുന്ന പണത്തിൽ അവർ കേരളത്തിനെതിരെ തന്നെ, കേരളം എന്നുള്ളതല്ല എന്റെ വികാരം, രാജ്യം എന്നുള്ളതാണ്, ഈ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും അവർക്കറിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് മിക്കവാറും യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ദീർഘദൂര ട്രെയിനുകൾ കയറുമ്പോൾ ഈ ചിലപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത ട്രെയിൻ മിസ്സായ അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിൽ എന്റെ ഗതികേടിന് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി കേരളം കോഴിക്കോട് വരെ യാത്ര ചെയ്യാനുള്ള ഗതികേടുണ്ടായിട്ടുണ്ട്. നമ്മുടെ അനിൽജി, നമ്മൾ നരകമാണ്, ഭേദം തോന്നിപ്പോകും. ഇവര് ഒരു സ്ത്രീയെ കൊണ്ട് കയറിയാൽ അവളെ പച്ചയ്ക്ക് അവർ കത്തിക്കും. അത് അത്രയും കാമാന്ധന്മാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഇല്ലാത്ത വൃത്തികേടുകളൊന്നുമില്ല. വായ നിറച്ച് മറ്റേ സാധനം ചവച്ച് തുപ്പ്, അവിടെ മുഴുവൻ തുപ്പി വൃത്തികേടാക്കി, ബാത്റൂം വൃത്തികേടാക്കി. ഈ എന്താ പറയാ മനുഷ്യർ തന്നെയാണോ ഇവർന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഗുരുമൂർത്തി.
ബീഹാർ വഴിക്കൊരു ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ സാർ ഞാൻ പറഞ്ഞത്. സാറേ ഞാൻ അതുകൊണ്ടാണല്ലോ ബംഗാളികളാണെങ്കിലും ശരി എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല, ഉത്തരേന്ത്യയിലൊക്കെ ടിക്കറ്റ് എടുത്താൽ തന്നെ ഭാഗ്യമാണ്. നമ്മൾ മലയാളികൾ വളരെ നല്ല കുട്ടികളായതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ കയറുള്ളൂ. നമുക്ക് പേടിയാണ്, TTR തടഞ്ഞു നോക്കുമോ, ചോദിക്കുക, ഇറക്കി വിടും. ഇവർക്ക് ആ ഭയം ഒന്നുമില്ല. ലോ ആൻഡ് ഓർഡർ എന്താണെന്ന് പോലും കുട്ടിയൊക്കെ അറിഞ്ഞൂടാ. ഇവര് ട്രെയിനിൽ ഇരിക്കുന്ന കണ്ടാല് കാലുമ കാലും കയറ്റിയിട്ട് അതിൽ ചവിട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ്. വളരെ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ എന്തിനു നമ്മൾ ഇവിടെ ആനയിച്ച് വരുത്തേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ഒറ്റ കാരണം, നമ്മളുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാര് ഓൺലൈൻ ഇന്റർനെറ്റ് ഗെയിമുകളിൽ ഒഴുകിയിരിക്കുമ്പോൾ മറ്റവൻ അവിടെ നിന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല വസ്ത്രം ധരിച്ച് മെയ്സി മുറിയിൽ ഇരുന്ന് മടി പിടിച്ചു പോയി. ഇതിന്റെ ഫലം എന്താണ്? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത യവന്മാർ വന്നിട്ട് എന്ത് ക്രൈം ചെയ്താലും നമുക്ക് ഒരിയാടാനുള്ള അവകാശമാണ് നഷ്ടപ്പെടുന്നത്. മാത്രവുമല്ല, ഇതിന് മാത്സ് ആയിട്ട് വേറൊരു വിഷയം പറയാം. അല്ല, ഇപ്പൊ സമ്മതം കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വ്യാപകമായി കല്യാണം കഴിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കല്യാണങ്ങളുണ്ട്. ഞാനതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു വിഷയം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതായത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ രാത്രി ഒരു 10:20 ശേഷം യാത്ര ചെയ്ത തിരിച്ച് പിന്നെ നടന്നു വരുന്ന സമയത്ത് വഴിയരികിൽ മലയാളവും ബാംഗ്ലാ ഭാഷയും അറിയാവുന്ന ജിഹാദികളായിട്ടുള്ള ആളുകള്, ആ ജിഹാദിയെ ഞാൻ തിരിച്ചറിയാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ട, അവൻ ഈ പഠിപ്പിക്കുന്ന ഈ പിന്നെ എന്തിനാണ് ഖുർആൻ ഓതി കൊടുക്കുന്നത്? വരുന്നവനെ നമ്മുടെ ധർമ്മം, നമ്മുടെ മതം ഇതാണ്. രാത്രി ക്ലാസ് ആണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും കൃത്യമായ മതപ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവരുടെ ഇടയിൽ. അപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത്? ചില പള്ളികൾ ബാങ്ക് കൊടുക്കാൻ പോലും ബാംഗ്ലാദേശികളെ ഏൽപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശം? ഒരു ജനതയെ അവർ പോലും അറിയാത്ത സമയത്ത് അടിയിൽ നിന്ന് ഒറ്റ വലിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ മലയാളവും ബാംഗ്ലയും അറിയുന്ന എത്രയോ മതപണ്ഡിതരുണ്ട്. അവരുടെ ഒറ്റ ആഹ്വാനം മതി. അതിക്രൂരരായ ഇവർ ഒരു ബംഗാളിക്ക് നമ്മൾ കണ്ടതാണല്ലോ. അല്ല, പായിപ്പാട് നമ്മൾ കണ്ടതാണല്ലോ. ഇവര് പോലീസ് ജീപ്പ് കത്തിച്ചില്ലേ? അതെ, പോലീസ് ജീപ്പ് കത്തിച്ചു. പിണറായി വിജയന്റെ അതിഥികളായോണ്ട് ഒന്നും പറയാനും വയ്യ. അങ്ങനെ പോലീസ് കുടുങ്ങിയല്ലോ. അപ്പൊ ഞാൻ അത് മാത്രമല്ല, SDPIക്കാര് കോടതിയുടെ മുമ്പിൽ പോലീസ് ജീപ്പിന്റെ മേലെ കയറി ജസ്റ്റിസ് KT ശങ്കരനെ കൊല്ലുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ആത്യന്തികമായിട്ടൊരു ലഹള ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മതബോധനം നേടിയ ജിഹാദി ശക്തികൾ ബാംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരിൽ ഒരുപാട് പേരുണ്ട്. എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അവരെല്ലാം തന്നെയും മതബോധനവും അതുപോലെ തന്നെ ഇതര മത നിഷ്കാസന ചിന്തയുള്ളവരുമായിട്ടുള്ള ക്രിമിനൽസ് ആണ്. പോലീസിനെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നെനിക്ക് സന്ദേഹമാണ്. കാരണം പോലീസ് ഇതിന്റെ ഗൗരവം എത്രത്തോളം തിരിച്ചറിഞ്ഞു, സർക്കാർ ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞോ എന്നൊന്നും നമുക്കറിയില്ല അനിൽജി. അതുകൊണ്ട് നാം എന്തേ ചെയ്യേണ്ടു? ഇപ്പൊ നേരത്തെ സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് ശബ്ദം കേട്ടിട്ട് ജോർജ് ജോസഫ് സാറാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ, ജോർജ് ജോസഫ് സാറ് പറഞ്ഞല്ലോ, ഇവിടെ വീട് പണിക്ക് വരുന്ന ബംഗാളി അവൻ പറയുള്ളൂ. അവൻ ഇവിടെ ടൈല് വിരിക്കാൻ വരുന്നവൻ, പുല്ല് പറിക്കാൻ വരുന്നവൻ, പിന്നെ മൗവിങ്, അതായത് ഗാർഡൻ മൗവിങ്ങിന് വരുന്നവൻ, ഇവനെല്ലാം എവിടുന്ന് വരുന്നവനാണ്? ഇവൻ ഓരോ വീട്ടിൽ എത്ര പേര് താമസിക്കുന്നു, എത്ര പെൺകുട്ടികൾ, ഇതെല്ലാം അവൻ അറിയാലോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്കും കിടപ്പറകളിലേക്കും വരെ കയറി വരുന്ന ഒരു ട്രെയിൻഡ് ജിഹാദി അല്ലെങ്കിൽ ട്രെയിൻഡ് കലാപകാരിയാണ് കേരളം വിളിച്ചു വരുത്തുന്നത്. നാളെ ഒരു വിസിലടിയുടെ ശബ്ദം കേട്ടാൽ അവന് തിരിച്ചറിയാനും ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ കൊല്ലാനുള്ള ആഹ്വാനമായിട്ട് എടുക്കാൻ തക്ക രീതിയിലുള്ള ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. മതബോധനങ്ങൾ രാത്രി കാലങ്ങളിൽ സജീവമാണ്. പാതയോരങ്ങളിലും പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിൽ ഇവരുടെ മതബോധനം രാത്രി ക്ലാസുകൾ ബാംഗ്ലാദേശികൾക്കുണ്ട്. ഇത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുൻകൈ എടുത്ത് അന്വേഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമാധാനമായിട്ട് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കിടക്കുന്നവൻ, അല്ലെങ്കിൽ കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവനൊക്കെ കഴുത്തിന് വരെ തല കാണില്ല. മതം തിരഞ്ഞു പിടിച്ച് കൊല്ലുവാനും എത്ര ക്രൂരമായി എന്ത് രീതിയിലും ക്രൈം ചെയ്യാൻ കഴിവുള്ളവരാണ് ബാംഗ്ലാദേശികൾ. നമ്മളിപ്പോ കണ്ടല്ലോ ബാംഗ്ലാദേശിൽ എങ്ങനെയാണ് കൊന്നു കെട്ടിത്തൂക്കുന്നത്. അപ്പോ അത്രയും നിത്യേന എന്നോണം അത് ഇവിടെ കണ്ണു മരവിച്ച് വരുന്നവന് മറ്റുള്ളവന്റെ രോദനമോ വേദനയോ ഒന്നും ഒരു പ്രശ്നവുമല്ല. സർക്കാരിന്റെ കണക്കില്ലാതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെങ്കിലും ഞാൻ നോക്കിക്കോളൂ, എന്നെങ്കിലും അതിവിപുലമായ ഒരു കലാപം സംഘടിപ്പിക്കാൻ ശേഷിയും ക്ഷേമുഷിയുമുള്ള ഒരു വലിയ ക്രിമിനൽ സംഘം ബാംഗ്ലാദേശിൽ നിന്ന് കേരളത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും ജാഗ്രത എടുക്കേണ്ട കാര്യമാണ്.
അപ്പൊ അവരെങ്ങോട്ടാ പോണ്ടേ ചോദിച്ചു നിങ്ങൾ വീണ്ടും ഉറക്കം കളഞ്ഞു. നമ്മളൊക്കെ നിങ്ങൾ വീണ്ടും ഉറക്കം കളഞ്ഞു. നിശ്ചയ നമ്മൾ ബംഗ്ലാദേശികളെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. രോഹിംഗ്യൻ മുസ്ലിംസും ഉണ്ട് എന്നാണ് പറയുന്നത്, അവരുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിന്ന് IB-യിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു. അവർക്കും റിപ്പോർട്ടുകളുണ്ട്, അവർ കൃത്യമായിട്ട് കേന്ദ്രത്തെ അറിയിക്കുന്നുണ്ട്. ആ ഒരു ഭീഷണി കൂടി ഉണ്ട് കേട്ടോ, അതും അവഗണിക്കാൻ പറ്റില്ല. രോഹിംഗ്യനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, അവരല്ലായിരുന്നു ധർണയൊക്കെ ഇരുന്നിരുന്നത് രോഹിംഗ്യക്ക് വേണ്ടിയിട്ട്. മോദിജി വന്ന സമയത്ത് രോഹിംഗ്യന് അഭയം കൊടുക്കണം, അവര് ഇവിടെയാണ് ചെളി വരേണ്ട. മഹാരാഷ്ട്രയിൽ അവരുള്ളത് ആ സ്ലം ഏരിയയിലല്ലേ, വളരെ വൃത്തിയില്ലാത്ത ഒരു ഏരിയയിൽ അവര് താമസിക്കുന്ന. അവിടെ പോയി ഇവര് ഫോട്ടോ എടുത്തിട്ടതൊക്കെ സോഷ്യൽ മീഡിയ നോക്കി ഞങ്ങൾക്ക് കാണാം, ഒരു 5-6 വർഷം മുമ്പ് തോന്നണം. അപ്പൊ ഇവരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ട് കേരളത്തില്. രോഹിംഗ്യ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാ, അപ്പൊ മുസ്ലിങ്ങളെ സംരക്ഷിക്കല് നമ്മളെ കാര്യമാണ്, അത് നമ്മൾ വിട്ടുകളിയില്ല. അപ്പൊ ഇവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി, അപ്പൊ ഇവര് സ്വർഗരാജ്യമായ വേറൊരു മുസ്ലിം രാജ്യത്തും ഇവരെ ഏറ്റെടുക്കുന്നുമില്ല. അപ്പൊ ഈ പറയണവരെന്നെ ഒരു ദിവസം അധികം നിന്നാല് ദുബായിലും സൗദിയിലും പോയി അവരെ ജയിലിലിടൂലേ. ഇപ്പൊ ഇവിടെയുള്ള ഷൈൻബാഗും ജഹാംഗീർപൂരിലൊക്കെ ഉള്ള ആൾക്കാരെ തപ്പിത്തെറിഞ്ഞു പിടിക്കുക. അപ്പൊ ഇവിടുന്ന് മെല്ലെ സ്ഥലം വിടും, ഏതെങ്കിലും ഒരു ഡ്രഗുമായിട്ട് അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റണേ. വളക്കൂറുള്ള മണ്ണിലല്ലേ ഇവര് വരുവുള്ളൂ. അല്ല, എന്തായാലും സെയ്ഫ് അലി ഖാന് കുത്തേറ്റത് നന്നായി അല്ല അല്ലേ? അതുകൊണ്ടാണല്ലോ ഒന്ന് ഉണർന്നത്. അല്ലെങ്കിൽ ഈ ആവേശത്തോടെയുള്ള ഈ അന്വേഷണം ഉണ്ടാവില്ല. ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ മഹാരാഷ്ട്രയിലും കുറച്ച് അവർക്കൊക്കെ മനസ്സിലാവണം, അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു വീട്ടില് കേറി ഒരു ബംഗ്ലാദേശി കേറി എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാക്കിയുള്ളവന് എന്ത് സേഫ്റ്റിയാ ഉള്ളത്, ഉറങ്ങാൻ പറ്റുമോ? കേരളത്തിലൊക്കെ ഇപ്പൊ എന്താണല്ലേ, ഒരാളത് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ എല്ലാം കഴിയും അല്ലെ, സമയം കഴിയും. ഇപ്പൊ ഇവിടുന്നൊക്കെ കടന്നു പോകുന്ന ആ ഒരു സമ്പ്രദായമാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതാണ്. ഡ്രഗ് തന്നെയാണ്, ഈ ഡ്രഗ് കാരിയേഴ്സ് ആണ് ഇവര്. അതാണ് ശരിക്കുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്ക്. നമ്മൾ ഇതിന്റെ ഒരു കോസിനെ ട്രീറ്റ് ചെയ്യേണ്ട ഇനിയുള്ള തലമുറയിലേക്കെങ്കിലും. ഇവരെയൊന്നും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ ഈ സ്വന്തം പൊട്ടിത്തെറിക്കാൻ പോകുന്നവനും ഇതിന്റെ കൂടെ നിൽക്കുന്നവനും ഒക്കെ ഡ്രഗിന്റെ അഡിക്ട്സാ. അല്ലാതെ അങ്ങനെ ഒരാൾക്ക് മാനസികാവസ്ഥ വരൂല. അപ്പൊ വിദ്യാസാഗർ സാറ് പറഞ്ഞില്ലേ, കോഴീനെ മുറിച്ച ഒരാൾക്ക് പോകുമ്പോ, ശരിയാണത്. ഒരു വെജിറ്റേറിയൻ ഒരാൾക്ക് പിന്നെ ആളും ഒരു 10 പിന്നെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളെയും 10 എല്ലാ സാധനങ്ങളും കഴിക്കുന്ന ആളെയും വെച്ചിട്ട് 2 ആടിനെ ഞങ്ങൾ അവിടെ ഇട്ട് കൊടുക്കുക, ഒരു 10 ആടിനെ. അത് ഇവിടെ ശരിക്കും ഒരു പ്രസംഗത്തിൽ നല്ലൊരാള് പ്രസംഗിച്ചതാ. അപ്പൊ അവിടെ ഇടുമ്പോ ഈ പിന്നെ വെജിറ്റേറിയൻ കഴിച്ച ആൾക്കാർക്ക് ആ ആടിനെ അറക്കാൻ കഴിയില്ല, പക്ഷെ അതിലുണ്ടാവണ ബാക്കി ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ ഇതേപോലത്തെ ട്രെയിനിങ്സ് ആണ് ചെറുപ്പം തൊട്ടേ നമ്മൾ കിട്ടുന്നത്. ഇപ്പൊ ഞാനൊക്കെ പിന്നെ നമ്മൾ പല കാര്യങ്ങളും സമൂഹത്തിൽ ഇപ്പൊ മതാണ് പറഞ്ഞ് എല്ലാത്തിനും ഒന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഇപ്പൊ പിന്നെ പെരുന്നാളിന് നമുക്ക് അറവുണ്ടല്ലോ, അത് സൗദി അറേബ്യയിൽ അന്ന് ചെയ്ത് ഇവിടെ അറക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അത് ഇതിപ്പോ ഒരു പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഒരു പള്ളിയിലൊക്കെ ഒരറവൊക്കെ ഉണ്ടാവുള്ളൂ വലിയ പെരുന്നാളിന് ബലിയറക്കുക പറഞ്ഞ്. ഇന്നിപ്പോ എല്ലാ വീട്ടിലെ ആൾക്കാരും ബലിയറക്കുക. എന്നിട്ട് ചെറിയ 3 വയസ്സായ കുട്ടീനെ പോലും കത്തി പിടിപ്പിച്ചിട്ട് ആ കഴുത്തിന്റെ മേലെ കത്തി പിടിപ്പിച്ച് അറക്കുക. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? വലിയൊരു പോയി അവിടുന്ന് അറുത്ത് തിന്നാ പോരെ, അറക്കട്ടെ, ഇനി അത് സാധാരണ വെച്ചിട്ട്. അപ്പൊ ഈ മാതിരി നമ്മളിങ്ങനെ ആൾക്കാരെ എങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, പ്രാകൃത രൂപം എന്നൊന്നും അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയുള്ള ട്രെയിനിങ്സ് നടക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവും. പിന്നെ കുറച്ച് ഡ്രഗും ഇതുപോലെ മണമില്ല, പ്രശ്നമില്ല, കൊണ്ടുവെക്കാൻ സുഖമാണ്. ചെറിയ എന്തോ ചില സ്റ്റേറ്റിലൊന്നും അത് ബാൻഡ് അല്ല അത്രേ പിന്നെ ഈ ഡ്രഗ്. അപ്പൊ ആ സ്ഥലങ്ങളിൽ നിന്ന് അത് വാങ്ങി ഇഷ്ടം പോലെ വാങ്ങി കൊടുത്ത് അങ്ങോട്ട് അയച്ചാൽ അവിടെ എത്തുമ്പോ അതിന് പൈസയാ. ആകെ 3 റുപ്യന്റെ സാധനം. അപ്പൊ അവര് ആ അന്വേഷണത്തിൽ ഈ സാധനത്തിന് ആകെ അവിടെ കൊടുക്കുന്നത് 300-400 3 റുപ്യ 4 റുപ്യന്റെ ഒരു ചെറിയ പാക്കറ്റ് അത്ര ഇത്. അല്ല, ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുണ്ടല്ലോ കേരളത്തില്, പക്ഷേ ഇതൊന്നും പെരുമ്പാവൂര്, ആലുവ ഈ പ്രദേശങ്ങൾ ഇവർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് ബാധകമല്ല. ഇതൊന്നും നമ്മുടെ അധികാരികൾ അറിയാത്തതാണോ, അല്ലെങ്കിൽ പടി കിട്ടുന്നത് കൊണ്ട് കണ്ണടക്കുന്നതാണോ? ഇതൊക്കെ അറിയാണ്ടൊന്നല്ല, ഇതിന്റെ ഒന്നും മേലെ പോവാൻ അവിടെ ഒന്നും സമയമില്ല. വലിയ കാര്യങ്ങളല്ലേ അവര് പിന്നെ നോക്കുന്നത്. സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് താഴെ കടയിൽ നമ്മൾ നോക്കണ്ടേ ഇതുപോലെയാ. നമ്മളെ രാജ്യം നശിച്ചോണോ. ഇപ്പൊ അവരൊക്കെ കൂട്ടക്കരച്ചിൽ കരയുമ്പോ കാണാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ കാരണം ഒരു തലമുറനെ പോലും കിട്ടൂല. നല്ലൊരാളെ തെരഞ്ഞെടുക്കാൻ 10 കൊല്ലം കഴിഞ്ഞാല് നമ്മളെ ചെറുപ്പക്കാർക്ക് കുറവായിരിക്കും. ഇതിലൊക്കെ അഡിക്റ്റഡാ.
അപ്പൊ ഈ പോലുള്ള സമ്പ്രദായങ്ങൾ നടപ്പാക്കുക, റോഹിംഗ്യ എന്ന് പറയുമ്പോൾ ഓലൊക്കെ ഇതേപോലെ ശീലിച്ചോല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സപ്പോർട്ട് പറയുന്നത്. അപ്പൊ ഈ സപ്പോർട്ട് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് വേറെ അവര് വേറൊരു രാജ്യത്ത് പോയി താമസിക്കട്ടെ, അത് താമസിക്കാൻ അവർക്ക് പറ്റൂലല്ലോ. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവര് മുസ്ലിം ആണെങ്കിൽ നമ്മളെ കൗമാണ്, നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം, നമ്മളാക്കി അവിടുത്തെ എല്ലാ കാര്യങ്ങളും. പണിയെടുക്കാൻ കുറച്ച് പൈസയും കൊടുത്താൽ മതി. നമ്മളെ നാട്ടുകാരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവന് പൈസ കൂടുതൽ കൊടുക്കണം. കൂലി എന്തായാലും ഡൊണാൾഡ് ട്രംപ് എടുത്ത നടപടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, അനധികൃതമായി ആരൊക്കെ കുടിയേറിയിട്ടുണ്ടോ അവരെല്ലാം പുറത്താക്കണം. അത് ഹൂഎവർ ഇറ്റ് ഈസ്. അതെ, ഇപ്പൊ അവിടെ ആകുമ്പോൾ സ്വാഗതം ചെയ്യും. പക്ഷെ ഇന്ത്യയിലാകുമ്പോൾ പ്രശ്നമാണ്. കേരളം പിന്നെ പ്രത്യേക രാജ്യമായതുകൊണ്ട് അതൊന്നും പറ്റില്ലല്ലോ. CAA നടപ്പിലാക്കില്ല. പ്രത്യേക രാജ്യം തന്നെ. ഇവിടെയുള്ള ആൾക്കാരെ വിചാരം അത് രാജ്യമായിട്ടോ. ഒരിക്കലും ഞാൻ ഭയങ്കര ചിരിച്ചു. ഒരു കുട്ടി ഇങ്ങനെ കേരളത്തിൽ വരണം എന്നൊക്കെ ഇവിടെ ഉള്ള ഒരു പയ്യാണ്, അല്ല 10-26 വയസ്സാണ്. അപ്പൊ എനിക്ക് പാസ്പോർട്ട് ഇല്ല അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, എനിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല. അപ്പൊ അവന്റെ വിചാരം അതൊരു രാജ്യമാണെന്നാ കേരളം. അങ്ങനെ 1-2 ആൾക്കാർ പറയുന്നുണ്ട് അതൊരു രാജ്യം തന്നെയാ വേറെ. അപ്പൊ അവിടെ എന്ത് നടക്കും, അവിടെ ഉള്ള ആൾക്കാർക്ക് എന്തിനെ പറ്റിയും എല്ലാം ഈസിയാ. കാരണം അവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ മക്കളും എല്ലാരും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിലൊക്കെ പെട്ട്. കൂട്ടത്തില് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും പുറത്തിറങ്ങിയാലും ഒക്കെ മതവും രാഷ്ട്രീയവും മറന്നുകൊണ്ട് ഇതിനു വേണ്ടി എല്ലാരും പോലീസ് ഓഫീസേഴ്സും ടീച്ചേഴ്സും ഭരണകർത്താക്കളും ഇതിന് നമുക്കിപ്പോ അവിടെ കുടുംബശ്രീ മറ്റേതെന്നൊക്കെ പറഞ്ഞ അവിടെയൊക്കെ ശരിക്കും ഇവർക്ക് ഇതിനൊക്കെ ഇത് കൊടുക്കുക, അതൊക്കെയാ ചെയ്യേണ്ടവര്. അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കാനും അവർക്ക് 500 റുപ്യ കൊടുത്തോണ്ട് പണി കഴിഞ്ഞ് അവർക്ക് പണി ഉണ്ടാവുക എന്നല്ല. എല്ലാ സ്ഥലങ്ങളിലും സ്കൂളിലല്ലാത്ത എല്ലാ സ്ഥലങ്ങളും പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്ന് രക്ഷപ്പെടുത്തണം. പക്ഷെ അത് രക്ഷപ്പെടുത്താൻ സമ്മതിക്കൂല. ഇപ്പം നമ്മൾ കണ്ടില്ലേ MEC7 എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് വ്യായാമമുറ. അതിനിപ്പോ എന്തായി, ഇപ്പൊ എന്താ ഉണ്ടാവണ, അത് ഭയങ്കര ശക്തിയായിട്ട് നടക്കല്ലേ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് നമ്മളെ കളിയാക്കി നടത്തുക. അതൊക്കെ ഇതിന്റെ ഒരു ട്രെയിനിങ് ആണെന്ന്. നാളെ ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾക്ക് കാണാം. എല്ലാ റോഹിംഗ്യക്കാരും ഒറ്റ വിസിലോ ഒരു തക്ബീറിൽ ചെല്ലല്ലോ, അള്ളാഹു അക്ബർ പറഞ്ഞാലല്ലോ തക്ബീറിൽ ചെല്ലല്ലോ, ഈ ട്രെയിനിങ് എടുത്തോരും ഈ റോഹിംഗ്യനും ബംഗാളിയും ഒക്കെ ഓടി വരുന്ന നമുക്ക് കാണാം. അത് വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യുന്നുള്ളത് ഒരു ഇപ്പോഴേ ആലോചിച്ചോട്ടെ. അത്രേ പറയാനുള്ളൂ. ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങി നമ്മളൊക്കെ. ഏത് സ്ഥലത്ത് പോയാലും ആളെ ഇപ്പൊ പിന്നെ ഇവരെ കണ്ടാൽ തിരിച്ചറിയണ ഒരു അവരെ കോലം അവരിങ്ങനെ ഉണ്ടാവുക എന്നുള്ള. അതുകൊണ്ട് അതുണ്ട്. ഫ്ലൈറ്റ് വരെ കയറി വരുന്നേ. ഇത്രയും കൂലിപ്പണിയായിരുന്നു. ഓനൊരു ചെരുപ്പ് പോലും ഇല്ലാത്തവരെ ഞാൻ ഒരിക്കലും ഇൻഡിഗോ ഫ്ലൈറ്റില് കോഴിക്കോട് വരെ കാണാൻ ചെരുപ്പ് പോലും കൊണ്ടിട്ടില്ല. അവന്റെ ഡ്രസ്സൊക്കെ കണ്ട ഓന് 2 ഷർട്ട് ഇട്ടുണ്ട്. ഒരു ഷർട്ട് ഓന് വേറെ ബാഗൊന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് കവറാ. അതെന്നെ ചെളി പിടിച്ചിട്ട് എന്താണ് ഓൻ എവിടുന്നാ ടിക്കറ്റ് എടുക്കാൻ പൈസ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവനെ കൊണ്ടുവരാൻ ഒരാളില്ലേ, ടീമില്ലേ അവിടെ ഇല്ലേ? അത് ആലോചിച്ചു. ഓനൊരു ഷർട്ടില്ല, ഒരൊറ്റ ഷർട്ടേ ഉള്ളൂ. അത് ഊരി അതിൽ വെച്ച് എന്റെ അടുത്ത സീറ്റിലിരുന്ന ഞാൻ ഇറങ്ങുന്നവരെ അവന്റെ കൂടെ ഉള്ള ഒരു 10-12 ആൾക്കാരുണ്ട്. അവരെ തന്നെ ശ്രദ്ധിച്ചു ഒരു കൊല്ലം മുമ്പാ. അപ്പൊ ഇതിന്റെ പിന്നിലൊരു വലിയ കൈകളുണ്ട്. അതിനെയാണ് ഗവൺമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മള് മോദിനോടുള്ള വൈരാഗ്യം NRC CAA ഞങ്ങൾ പൊളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ പറയാനുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും സലീം മടവൂരിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ കാതോർക്കുകയാണ്. നിങ്ങൾ ഇവരെ വോട്ട് ബാങ്ക് ആക്കുമോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. സലീം മടവൂർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഷൻ കാർഡ് കൊടുക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, പോരാത്തതിന് ലൈഫ് ഭവന പദ്ധതിയിൽ വീടും കൊടുക്കുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം, അത് പറ. അതെ, ഇവിടെ ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ഇവർ രണ്ടാളും പറയുന്നത്. കാരണം അവര് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അവസാനം നുസ്രത്ത് ജാന സങ്കടം ബംഗാളികൾ വിമാനത്തിൽ കയറി വരുന്നതാണ്. അത് വിമാനത്തിൽ ആരാണ് ചെരുപ്പിടാനും ചളി പിടിച്ച ഷർട്ട് ഇട്ട ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാൻ കോഴിക്കോട് പിന്നെ ഡൽഹി വിമാനത്തിന്റെ ഫെയർ എത്ര അറിയാം? അന്ന് 16,000. അപ്പോൾ വരാൻ പറ്റില്ല. ചെരുപ്പിടാത്ത ആൾക്ക് ചെരുപ്പ് അല്ല, കുംഭമേളക്ക് പോണെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഫ്ലൈറ്റിന്റെ ഫെയർ കാണുമ്പോഴേ നമ്മളെല്ലാ ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഒതുക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ ബംഗാളി 16,000 രൂപയും കൊടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് എത്തി പിന്നെ കോഴിക്കോട്ടേക്ക് ഫ്ലൈ ചെയ്യുന്നത്. അല്ല കേരളത്തിലെ ഒരു ദിവസം 2,000-ന് മുകളിൽ കാശുണ്ടാക്കുന്ന ടൈല് ജോലിയൊക്കെ ചെയ്യുന്ന ബംഗാളികളുണ്ട്.
2000-ന് മുകളിൽ ദിവസം സമ്പാദ്യം, അതിന് മുകളിൽ 2500 വരെ ഉണ്ടാക്കുന്ന, രാവിലെ രാത്രിയായിട്ട് ജോലി ചെയ്തുകൊണ്ട് ടൈൽ വർക്ക് അതുപോലെയുള്ള വർക്ക് എന്തും. ബംഗാളിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇന്ന് അവൻ വന്നിട്ട് ഒരു പണി ഇങ്ങനെ നോക്കി നിന്ന്, അവൻ ടൈൽ വർക്ക് ഒന്നും അറിയില്ല, അവൻ നോക്കി നിന്നായിരിക്കും. പിറ്റേന്ന് അവനോട് നിനക്ക് ടൈൽ വർക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയാമെന്നേ പറയുള്ളൂ. എനിക്കറിയാം. അവൻ പിറ്റേന്ന് എന്തോ ഒരു ഹതഭാഗ്യന്റെ വീടിന്റെ പണി അല്ല കൂടി തകരാറാക്കും, പിന്നെ അവനൊക്കെ പഠിക്കും. അവന് എല്ലാ ജോലിയും ചെയ്യാനുള്ള ധൈര്യം അവനുണ്ട്. പിന്നെ ഇവരൊക്കെ ഒരു മതത്തിന്റെ വക്താക്കളായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം ഇങ്ങനെ നടത്തുന്നുണ്ട്. അത് ശരിയല്ല. അത് ആളുകൾ വരുന്നത്, ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശ് വരുന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആരോ ചെരുപ്പിടാതെ വിമാനത്തിൽ കയറി പ്രയാസത്തിൽ നിങ്ങളുടെ രൂപത്തിൽ നടക്കുക, ചെരുപ്പില്ലാത്തവർ. അങ്ങനെയാണ് ഗാന്ധിജിനെ ഇറക്കി വിട്ടൊക്കെ ശരിയായി പറയേണ്ടി വരും അക്കാലത്ത്. കാരണം ഞാൻ പറഞ്ഞ അയാളെ മേലുള്ള ചളിയും അയാൾ ഇട്ട ഒരു ഷർട്ടും അയാളെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക്, ആ വിമാനത്തിലുള്ള സാധനം ഉണ്ടെന്ന് പോലും ഓൻ അറിയണ്ടാവില്ല. അവന്റെ 3 മണിക്കൂർ ആളാ ഞാൻ. ആയിക്കോട്ടെ, അല്ല ആയിക്കോട്ടെ, ഓനെങ്ങനെ ആരും എങ്ങനെയോ യാത്ര ചെയ്യും. പിന്നെ ബംഗാളികൾ കയറുന്ന പിന്നെ ഈ ട്രെയിന് തുപ്പുന്നു അല്ലെങ്കിൽ വൃത്തി കിടക്കും. ഈ നമ്മൾ ഇവിടുന്ന് പോകുന്ന ട്രെയിന് ബീഹാർ, ഞാനൊരു സംസ്ഥാനത്തിന് കുറ്റപ്പെടുത്തില്ല, ബീഹാർ വഴിക്കും രാജസ്ഥാന് ഇപ്പൊ കുറച്ചുകൂടി ഡീസന്റ് ആണ്. ബീഹാർ വഴിക്ക് UP വഴിക്ക് ഒരു ട്രെയിൻ കടന്നു വന്നാല് എന്താ സ്ഥിതി? അത് വൃത്തിയുടെ തന്നെയാണ്. അത് അവര് മുറുക്കി തുപ്പിയിട്ട് നാശാക്കും. അത് ബംഗാളിലും അത് തന്നെ സ്ഥിതി. 2-3 സംസ്ഥാനങ്ങളിലൂടെ ട്രെയിൻ പോയാൽ ആ ട്രെയിൻ ഞാൻ കയറില്ല. ഞാൻ നോക്കുമ്പോ ഈ സംസ്ഥാനങ്ങളിലൂടെ വരുന്ന ട്രെയിൻ ആണെങ്കിൽ കഴിയുന്നതും ഒഴിവാക്കും. കാരണം ഒരു നീറ്റ്നെസ്, രാജസ്ഥാനിൽ കൂടെ പോകുന്നത്, അതേപോലെ തന്നെ ഗുജറാത്ത്, ഇതൊക്കെ കുറച്ചുകൂടെ വൃത്തിയിൽ പോകും. നമ്മൾ ഇതിലെ കോട്ട വഴിക്ക് പോകുന്ന ട്രെയിൻ ആണെങ്കിൽ അത്യാവശ്യം വൃത്തിയിൽ പോകുന്ന ട്രെയിൻ ആയിരിക്കും. നേരെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ ബീഹാർ ടച്ച് ചെയ്യുന്നതാണെങ്കിൽ ബംഗാളിലൂടെ പോകുമ്പോൾ ട്രെയിൻ പൊതുവെ വൃത്തി കുറവായിരിക്കും. അത് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കുറ്റം പറയേണ്ടതില്ല. പിന്നെ ബംഗ്ലാദേശിൽ വരുന്ന ആരെ പരാജയം? അതിർത്തി കടന്ന് അന്യ രാജ്യക്കാരെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, അവൻ തീവണ്ടി കയറി കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് ആരാ പരാജയവും? കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ്. അത് അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അല്ല, അതിൽ വിയോജിപ്പുണ്ട് സലീം മടവൂർ, അതിൽ വിയോജിപ്പുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ, താങ്കൾ പറഞ്ഞു ശരിയാണ്. അല്ല, പരിശോധന കർശനമാക്കണം. പക്ഷെ നോക്കൂ, ഈ കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഈ അതിഥി തൊഴിലാളികൾ, നിങ്ങൾക്ക് വലിയ ബഹുമാനമാണല്ലോ, എത്രയുണ്ട് എന്നുള്ളതിന്റെ കണക്ക് പോലും ഇല്ലല്ലോ സാർ. ഈ കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു രജിസ്റ്റർ വെക്കാൻ പറ്റുന്നില്ല? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ ഇങ്ങനെ പരിശോധിച്ചു. ഇന്നലെ ഉണ്ടായത് രാത്രി ആ കടയിൽ, ഞാൻ ഇന്നലെ വെള്ളിമാട് കുന്ന്, കോഴിക്കോട് നിന്ന് വെള്ളിമാട് കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ബേക്കറി, അവിടുന്ന് ഇങ്ങനെ ചായ കുടിച്ചു. അപ്പൊ നോക്കുമ്പോൾ അവിടെയുള്ള കിച്ചൺ ജോലി മുഴുവൻ ബംഗാളീസാണ്. അപ്പൊ എല്ലാവരുടെയും ഫോട്ടോയും ഐഡന്റിറ്റി കാർഡും കാര്യങ്ങൾ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നിരത്തി പേ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഗവൺമെന്റിനെ കാണിച്ചുള്ള സിഗ്നേച്ചർ, സീലടക്കും. അപ്പൊ കേരളത്തിൽ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ഈ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നത് തടയലാണ് ഒന്നാമത്തത്. 2, ഇന്ത്യയിൽ വെച്ചാൽ കേരളത്തിലേക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ട്രെയിൻ ഉപയോഗിച്ച് വരുന്നത് തടയാൻ കഴിയാത്ത കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം. ട്രെയിനിൽ ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ട് മാത്രമേ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കാവൂ എന്നിരിക്കെ ആളുകൾ എങ്ങനെ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മറ്റൊരു പ്രശ്നം. ആയിക്കോട്ടെ, പറയണം ആധാർ കാർഡ് അങ്ങനെ അല്ല, അങ്ങനെ ആധാർ കാർഡ് ഇങ്ങനെ വ്യാജരീതി അത് പിടിക്കണമല്ലോ. അല്ല അത് പരിശോധിക്കാമല്ലോ. അല്ല, ആധാർ നമ്പർ നിലവിൽ സംവിധാനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ സംവിധാനം കൊണ്ടുവരണം. ആധാർ നമ്പർ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഫോട്ടോ കിട്ടുമല്ലോ. അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. രാജ്യത്തിന് സുരക്ഷയല്ലേ പ്രധാനം. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, രാജ്യത്തിന് സുരക്ഷ പ്രധാനം, എന്തെങ്കിലും പറയരുത്. പിന്നെ മറ്റൊന്ന്, നേരത്തെ ആടിനെ അറക്കാന് കോഴി അറക്കുന്ന ആൾക്ക് എന്ത്, ഇവിടെ ആളെ തന്നെ എത്രയോ തല്ലിക്കൊല്ലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആളുകളെ തല്ലിക്കൊല്ലിയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമേ തല്ലിക്കൊല്ലൽ നടക്കുന്നുള്ളൂ കേട്ടോ. തബ്രേസ് അൻസാരിയെ കൊന്നു, പെഹലു ഖാനെ കൊന്നു, കേരളത്തിലൊന്നും നടക്കുന്നില്ലല്ലോ. കൊന്നു. കേരളത്തിലെ എല്ലാ ദിവസവും ക്രൂരമായിട്ടുള്ള ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കണമെന്ന് കാണുന്നില്ല. ആളുകളെ പശുവിനെ കൊന്നു പറഞ്ഞ് തല്ലിക്കൊല്ലുന്നു. ഇതൊക്കെ ശുദ്ധരായ പച്ചക്കറി, അതായത് നമ്മുടെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആളുകളെ തല്ലിക്കൊല്ലുന്നത്. പശുവിനെ കടത്തി ഇതൊക്കെ പറയുന്നത് അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എങ്ങനെ പറയാ? അതായത് ഈ കൊന്ന ആളുകളൊക്കെ തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ബ്രാഹ്മണൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ വെജിറ്റേറിയൻ ആളുകൾ എന്നാണ് ഈ കൊലപാതകങ്ങളിലും പങ്കെടുക്കുന്നത്. അതൊന്നും പറയട്ടെ. എന്റെ ആളുകൾ കഴിക്കുന്നത് ആടിനെ തിന്നുമ്പോഴത്തേക്ക് ആൾ ക്രൂരരാകും. അല്ലെങ്കിൽ നോൺ വെജ് ആളുകൾ കേരളത്തിൽ നടക്കാത്ത നിങ്ങൾ ഈ പാവ ജീവിനൊക്കെ കൊല്ലുന്നു മറ്റതൊക്കെ പറയുന്നല്ലോ. ഇവിടുത്തെ കർഷകരുടെ എല്ലാ കൃഷിയും നശിപ്പിക്കുന്ന പന്നിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടോടെയാണ്.
വിദ്യാസാഗർ ഒരു ചോദ്യം അല്ല ചോദിക്കട്ടെ, കൈപൊക്കുന്നു. പന്നിനെ കൊല്ലരുത്, എലിയെ കൊല്ലരുത്, നായ പിടിക്കരുത്, അങ്ങനെ കേരളത്തിൽ ഇവർക്കൊക്കെ വളരാൻ സൗകര്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ആളുകളെ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ വളർത്തുന്നുണ്ട്, അതിനെ ഭക്ഷിക്കൂ, ആവശ്യമുള്ള കഴിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ കഴിക്കട്ടെ, ഞാൻ കോഴിയെ കഴിക്കും. ഈ ബംഗ്ലാദേശികൾക്ക് റേഷൻ കാർഡ് ഇഷ്യൂ എന്ന് നിർത്താൻ പറ്റുമോ? പറ്റുമോ? ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി വീട് കൊടുക്കുന്നത് നിർത്താൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ബംഗാളി കേരളത്തിൽ താമസിച്ച് അവന് ആനുകൂല്യം കൊടുക്കണം, മലയാളി ബംഗാളിൽ പോയി താമസിച്ച് അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടി വരും. ഇന്ത്യയാണത്, ഇന്ത്യ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തുള്ള ഞാൻ അല്ല, രാജ്യത്തുള്ളവർക്ക് കൊടുത്തോ, പക്ഷേ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നവർക്കും അല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങളോട്, എല്ലാ ആനുകൂല്യങ്ങളും നൽകുകയാണല്ലോ. ഈ ബംഗ്ലാദേശിന്റെ GDP എന്ന് പറയുന്നത് 1905 IMF കണക്ക് പ്രകാരം, ഈ ഡോളർ. അപ്പൊ അത് അയൽ സംസ്ഥാനം, അതായത് ഇന്ത്യയിലുള്ള ഇവർ വരുന്ന സംസ്ഥാനങ്ങൾ, ആസാമിൽ 1185, ബീഹാറിൽ അറൌണ്ട് 650, പിന്നെ ആസാമിൽ വെറും 900 കണ്ട എന്റെ കണക്ക് പ്രകാരം 900 താഴെയാണ്. അപ്പോ ഇതിനേക്കാൾ ഉയർന്ന GDP ഉള്ള ഒരു ബംഗ്ലാദേശ് പൗരൻ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായി വരുന്നുണ്ട്, വേറെ എന്തെങ്കിലും താല്പര്യമായിരിക്കും. അപ്പൊ പൊതുവേ അവന്റെ സാമ്പത്തിക താല്പര്യത്തിന് ഇന്ത്യയിലേക്ക് വരേണ്ട, കാരണം അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെ വളർന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ GDP വളരുന്നു, അവന്റെ സാമ്പത്തിക രംഗം വളരുന്നു. അപ്പൊ തീവ്രവാദ പ്രവർത്തനമായിരിക്കും. അങ്ങനെ തീവ്രവാദത്തിനോ മറ്റോ ആണെങ്കിൽ അവൻ മറ്റു കാര്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വന്ന് അവനെ പിടിക്കാൻ കഴിയണം. അവൻ ട്രെയിൻ കയറി ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ സുരക്ഷിതത്തോടെയാണ്. ഇന്ത്യയുടെ അതിർത്തിയുടെ സ്ഥിതി എന്താണ്? സലീം മടവൂർ പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഇതിനൊക്കെ ഉത്തരവാദി, കേന്ദ്ര സർക്കാർ വേണ്ട പരിശോധന നടത്തുന്നില്ല. യെസ്, ഓക്കെ, ഞാൻ വരാം. വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങയുടെ ടേണാണ്. വിദ്യാസാഗർ, കേന്ദ്ര ഏജൻസികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം, അതിർത്തികളിൽ കർശന പരിശോധന വേണം, മാത്രമല്ല ഈ നുഴഞ്ഞു കയറിയവരെ നേരത്തെ ഡൽഹിയിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു ഡ്രൈവ് വേണം, എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിന് അതൊന്നും ബാധകമല്ല. ഞങ്ങൾ ഈ വരുന്നവരെയൊക്കെ ഞങ്ങൾ അതിഥികളായി സ്വീകരിച്ച് അവരെ നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തും എന്ന ആ ഒരു നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും സലീം മടവൂർ പറയുന്നത് കേന്ദ്ര സർക്കാർ മാത്രം ഉത്തരവാദി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റുമോ? കേരള സർക്കാരിനും അതുപോലുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ഇവിടെ നടക്കുന്ന ഈ വൃത്തികേടുകൾ, ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ഞാനിവിടെ ആദ്യമേ തന്നെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് സലീം സാർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പശുവിന്റെ പേര് ബീഫ് തിന്നു എന്നതിന്റെ പേരിൽ എത്രയോ പേരെ അടിച്ചു കൊന്നു എന്നാണ്. അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. അനേക അനുഭവങ്ങളുണ്ട്, അത് നേരിട്ട് ഞാൻ കണ്ട ഒരു അനുഭവം പറയാം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം, 2 വർഷം മുമ്പേ ഞാൻ കർണാടകത്തിലുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഒരു ഉച്ച നേരം, ഒരു 12:30 മണിക്ക് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു വരുമ്പോൾ അവിടെ ഈ കർണാടകത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പശുക്കളെയും മറ്റുമൊക്കെ അഴിച്ചു വിടും രാവിലെ മുതൽ. ഇങ്ങനെ അതിങ്ങനെ റോഡിൽ ഇങ്ങനെ നടക്കും. ഒരു ഇന്നോവ കാറിൽ 2 പേര്, 2 മുസ്ലിങ്ങളാണ്, പറയുന്നതെന്ന് തോന്നുന്നുണ്ട്, തലയിൽ വെള്ളപ്പം പോലത്തെ തൊപ്പിയും പിന്നെ താടിയും ഉള്ള ജുബ പോലത്തെ വലിയ കഫനി പോലത്തെ ഡ്രസ് ഇട്ടിട്ട് 2 പേരാണ്. അവരിറങ്ങി വരികയും പുറകിൽ എടുത്തിരിക്കുന്നത് ഇന്നോവ കാറിന്റെ പുറകിലെ 2 സീറ്റുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇന്നോവയുടെ ബാക്കിലെ ഡോർ തുറക്കുന്നു. ഒരു പശുവിനെ ബലപൂർവകം പിടിച്ചിട്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ഇപ്പൊ ബലപൂർവ്വം പിടിച്ചിട്ട് തള്ളിക്കയറ്റാൻ അതിനുള്ളിലേക്ക്. ഞാൻ ഞെട്ടിപ്പോയി. എന്താ നടക്കുക? വിതിൻ സെക്കൻഡ്സ് ആണ്. അത് അത്യാവശ്യം വിജനമായ റോഡാണ്. എനിക്ക് ഒരു 10-12 പേര് അപ്പുറം അപ്പുറമായിട്ട് നിൽക്കുന്നല്ല, വേറെ ആരും കാണുന്നില്ല. പക്ഷെ അതിലൊരു ബാർബർ ഷോപ്പുകാരൻ പയ്യൻ ഇത് കണ്ട ഉടനെ ജയ് ശ്രീറാം, ജയ് ബജ്രംഗ് ബലി എന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ. ഈ ജിഹാദികൾ ഉമ്മാന്റെ മുലപ്പാൽ അവിടെ റോഡിൽ തുപ്പിയിട്ടാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, ആരോഗ്യവും ബലവും വീര്യവും വേണമെങ്കിൽ കോഴിയെ കൊന്നാലേ പറ്റുമെന്നൊന്നുമില്ല. വെജിറ്റേറിയൻസ് നന്നായിട്ട് ആക്രമണം ചെയ്യാനുള്ള ശാരീരിക ബലമുള്ളവരാണ്, ഒരു സംശയമില്ല. അത് ഞാൻ എഗ്രി ചെയ്യുന്നു, സലീം ജിയോട് എഗ്രി ചെയ്യുന്നു. 1000 ജിഹാദിക്ക് ഒരു സംഖ്യ എന്ന കണക്കിന് തന്നെയാണ് പരിശീലിച്ചിട്ടുള്ളത്. അത് ഞാൻ തുറന്നു പറയണം, അതിൽ ഒരു വിഷമം തോന്നണ്ട ആർക്കും. 1000 ജിഹാദിക്ക് ഒരു സംഖ്യ നിലയ്ക്ക് തന്നെയാണ് പരിശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞത് കോഴിയെ കൊല്ലുന്ന സംഘപരിവാര പരിശീലനം അത് തന്നെയാണ്, ആളുകൾ ആക്രമിക്കുക. അത് തന്നെ ഇടയ്ക്ക് പറയല്ലോ സാർ, അങ്ങ് പറയാൻ പറഞ്ഞല്ലോ. സംഘപരിവാറിന്റെ പരിശീലനം അത് തന്നെയാണ്. ഒരു സംഖ്യക്ക് 1000 ജിഹാദി തെമ്മാടികളെ നേരിടാനുള്ള ശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് ട്രെയിൻ ചെയ്തത്. ഞാനൊരു സംഖ്യ തന്നെയാണ്. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞാൻ ശുദ്ധ വെജിറ്റേറിയനുമാണ്. ട്രെയിൻഡ് ആണ്. എല്ലാ സംഘപ്രവർത്തകരും നന്നായി ട്രെയിൻഡ് ആണ്. എന്തുകൊണ്ട് ട്രെയിൻഡ് ആയി? ഞാൻ വളർത്തുന്ന ഒരു പശുവിനെ മിനിഞ്ഞാന്ന്, അത് അനിൽജി ശ്രദ്ധിക്കണം, കഴിഞ്ഞ ദിവസത്തെ, അതായത് മിനിഞ്ഞാന്നത്തെ പത്രത്തിലെ വാർത്ത, ഓൺലൈൻ വാർത്തയും വന്നിരുന്നു. ആലപ്പുഴയിൽ ഒരു കർഷകന്റെ പശുവിനെ
രാവിലെ മേയാൻ വിട്ട പശുവിനെ പിന്നെ കാണുന്നത് അറുത്ത് കളഞ്ഞ രീതിയിലും കുടല് കീറിയിട്ട് ഗർഭിണിയായ ഗർഭിണി പശുവിനെ പുറത്തെടുത്തിട്ടിരിക്കുകയാണ്. അതിന്റെ ഇറച്ചിക്ക് വേണ്ടി കൊണ്ടുവരുന്ന പേര് എന്തോ 100 ദീനോട്ടാണ്, 100 200 ദീനാണ്. പക്ഷെ ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിക്കുമ്പോ അവനെ അടിക്കണ്ടേ, അവന്റെ നട്ടലൊടിക്കണ്ടേ, അവന് തലവെട്ടി പന്ത് കളിക്കണ്ടേ? തെറ്റാണോ പറയുന്നത്? ഞാൻ വളർത്തുക സലീം മടവൂരിന്റെ ഒരു പുത്രനോ പുത്രിയോ ഇതുപോലെ ഞാൻ കൊണ്ടിട്ട് തലയറുത്തു കഴിഞ്ഞാൽ സലീം മടവൂർ എന്നോട് പോട്ടെ ശാന്തി ശാന്തി എന്ന് പറയുമോ? ഇല്ലല്ലോ. പശു എന്ന് പറയുന്നത് കർഷക രാജ്യമായ ഈ രാജ്യത്ത് കർഷകന്മാരുടെ ഹൃദയബന്ധമുള്ള മക്കളെ പോലെ പശുവിനെ കൊണ്ടുനടക്കുന്ന പറയട്ടെ കർഷകന്മാരുടെ പശുക്കളെ ഈ ജിഹാദികൾ ചില തെമ്മാടിത്തരമാണ്. ഈ കർഷകന്മാരുടെ പശുക്കളെ വണ്ടിയിൽ തട്ടിക്കൊണ്ടിട്ട് ഇറച്ചിക്ക് വിൽക്കുമ്പോ എവനെയൊക്കെ അടിച്ച് ഉമ്മാന്റെ മുലപ്പാൽ തുപ്പിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ അവിടെ ഗാന്ധിജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ രാജ്യത്ത് വ്യാപകമായിട്ട് തല്ല് കൊണ്ട് നേരത്തെ ഇവന്മാർ പറയും, അയ്യോ ഞങ്ങളെ തല്ലുന്നേ, ഞങ്ങളെ ബീഫ് തിന്നതിന്റെ പേരില തല്ലിയെന്ന് പറയും. ബീഫ് തിന്നതിന്റെ പേരിലല്ല, വളർത്തുന്ന പശുവിനെ മക്കളെ പോലെ കർഷകൻ വളർത്തുന്ന പശുവിനെ തട്ടിക്കൊണ്ടുപോയാൽ, മക്കളെ തട്ടിക്കൊണ്ടുപോയാൽ അവനെ തല്ലണം. അങ്ങ് പറഞ്ഞപ്പോൾ അക്ഷരം വേണ്ടിയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ ഇവന്മാർ ഈ മുറിയന്മാര് ഒന്ന് അല്പമെങ്കിലും രാജ്യത്തിന്റെ ജനാധിപത്യ മര്യാദ പാലിക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ വീട്ടിൽ അമ്മയും മകളും പിടിച്ചോണ്ട് പോലെ സംശയം എന്താ? അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞത് ബലം എന്ന് പറയുന്നത് ഈ ഇറച്ചി തിന്നുന്നവർക്ക് മാത്രമാണ് ബലം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇറച്ചി തിന്നുന്നവർക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു പശുവിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ കാളയെ കൊന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ കോഴിയെ കൊന്നിട്ടോ വരുന്നവന് ഞാൻ അപ്പുറം ഉദാഹരണത്തിന് ഉപ്പാന്നോ പാപ്പാന്നോ പറഞ്ഞില്ല. ഞാൻ കേരളത്തിൽ എത്രയോ ഹിന്ദുക്കൾക്ക് കോഴിക്കടയുണ്ട്, ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് കേരളത്തിൽ കോഴിക്കടയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അച്ഛൻ ഏൽപ്പിച്ച ജോലി മകൻ ചെയ്യാണ്. കോഴിയെ കൊന്നിട്ട് സ്കൂളിലേക്ക് വരുമ്പോ അവന് അടുത്തിരിക്കുന്നവന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. അവിടെ ഹിന്ദുവോ മുസ്ലിമോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങോട്ട് പറഞ്ഞ മറുപടിയാണ്, ഈ രാജ്യത്ത് ഭരണമില്ലാതിരുന്ന കാലത്ത്, ഈ ഭരണം ഇത്ര സ്ഥിരമായിട്ട് കിട്ടിയ 2014 മുതലാണല്ലോ, ഭരണമില്ലാതിരുന്ന കാലത്ത് ഭരണമില്ലാതിരുന്ന കാലത്ത് ഇതിന്റെ അപ്പുറത്തെ തരവെഴുത്തരം കാണിച്ച ജിഹാദികളെ മൂക്കൊണ്ട് നണ്ണ വരപ്പിച്ചവരാണ് സംഘികള്. അഗ്രി ചെയ്യാൻ പറ്റുമല്ലോ. സംഘികൾ സാന്ദ്രാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ AK-47 കൊണ്ടുവന്നിട്ടും നിങ്ങൾ വലിയ വടിവാൾ കൊണ്ടുവന്നിട്ടും എല്ലാം പരീക്ഷിച്ചിട്ടും നിങ്ങളുടെ വലിയ നിങ്ങൾ കുറെ നേരമല്ലേ ഞാനിത് ആരോപിച്ചത് നിങ്ങളാ പറഞ്ഞത്. നിങ്ങൾ സലീം മടവൂർ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ ജിഹാദ് ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ജിഹാദ് അല്ലല്ല ജമ്മു കാശ്മീരിലെ വിഘടനവാദത്തിന് PDP കൂട്ടി പരിസരങ്ങള് നിങ്ങൾ PDP ജമ്മു കാശ്മീർ കൂട്ടി പരിസരാ ജമ്മു കാശ്മീർ PDP കൂട്ടി പരിസര നിങ്ങള് അത് പറയട്ടെ ഇനിയും ചെയ്യും പിന്നെന്താ കാര്യം PDP കൂട്ടും BJP മറ്റു പാർട്ടികൾ കൂട്ടും ഭരണം ഭരിക്കാൻ വേണ്ടി അവര് വിഘടനവാദികളെ കൂട്ടും നിങ്ങളെ ആളുകള് പശുവിനെ പച്ചക്കള്ളം പറയുമ്പോഴാ നിങ്ങൾ സംസാരിച്ച വേണ്ടിയോ? എടപ്പാളിൽ സംഘികൾ ഓടിയത് നിങ്ങൾ കണ്ടില്ലേ? 1000 ഒരാള് നിങ്ങൾ ഈ എടപ്പാളിൽ ഓടിയത് ഞാൻ നിങ്ങൾക്ക് സമയം പറഞ്ഞോ വിദ്യാസാഗർ. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന കാലത്ത് സലീം മടവൂരിന്റെ ജിഹാദികള് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ഓർമ്മയുണ്ടോ? അവിടെ ഇന്നോവ വണ്ടിയിൽ വന്നിട്ട് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പുകളും മറ്റും തകർച്ചവര്. പോലീസുകാർ എന്താ ചെയ്തത്? അന്ന് പോലീസുകാരിടങ്ങി ഇറങ്ങി അടിച്ച് ഓടിയ ജിഹാദി പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നത്. അതുപോലെ നിങ്ങൾ ഒരു എടപ്പാൾ വോട്ട് പ്രചരിപ്പിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയില്? സംഘികളുടെ അടികൊണ്ട് പറന്ന് കറാച്ചി പോയമാർ 1000 രൂപ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആ വർത്താനം പറയണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് മോട്ടോർ സൈക്കിളൊക്കെ വൈകിട്ട് പറയട്ടെ ഇങ്ങനെ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഇതിനെ മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് കമ്മ്യൂണിസ്റ്റ് വേഷത്തിൽ നടക്കുന്ന ജിഹാദി സംരക്ഷകരോടാണ് പറയുന്നത്, വെജിറ്റേറിയൻ ആയതുകൊണ്ട് ബലമില്ലെന്ന് അർത്ഥമല്ല. ഒരു ജയ് ശ്രീരാം വെളിയിൽ 1000 പേർ നേരിടാൻ സംഖ്യക്ക് കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതായത് 1000 അസുരന്മാര് ദേഹം നേരിടാൻ പറ്റുമെന്ന് പറഞ്ഞ അതുകൊണ്ട് ബലഹീനതയൊന്നും ഞങ്ങൾക്കില്ല.
ബലഹീനത ഒരുത്തരമില്ല അവിടെ. ആ ബലഹീനത ഉണ്ടെന്ന് കരുതിയിട്ട് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് കുടിച്ച് ഉമ്മാന്റെ മുളപ്പാൽ റോട്ടിൽ പോയിട്ട് ചാവുള്ളൂ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അതാണ് അതിന് മറുപടി. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അതിശക്തമായ നിയമങ്ങളുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ പങ്കിടുന്ന അതിർത്തി എന്ന് പറഞ്ഞാൽ 4000 കിലോമീറ്റർ. അത്രയും വലിയ അതിർത്തിയാണ്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കടന്നു വരാൻ പറ്റുന്ന അതിർത്തിയാണ്. അത് പ്രാക്ടിക്കൽ അല്ല, ഒന്നാമത്തെ കാര്യം. അതിൽ കിട്ടാന്നുള്ളത്. 2, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആധാർ കാർഡ് അടക്കം എല്ലാ കാര്യത്തിലും നമ്മൾ ഈ രാജ്യം കൊടുത്തു കഴിഞ്ഞു. ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് എവിടുന്ന് വരുന്നവന് ഇവിടെ ആധാർ കാർഡ് കൊടുക്കുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഫെഡറൽ സംവിധാനത്തിന്റെ ലൂപ്ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ആധാർ കാർഡ് സൃഷ്ടിച്ചു നൽകാൻ ഈ നാട്ടിൽ തന്നെ ഏജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അത് കറാച്ചി സ്പോൺസേർഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്, ബാംഗ്ലാദേശിലും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ ആരാണ് താഴെ വളർത്തുന്നവരാണ്? നിങ്ങൾ ഈ സംസ്ഥാനം, ഞാൻ പറയട്ടെ, കേരളത്തിലാണ് ഏറ്റവും അധികം ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കേരളാണോ അതിർത്തി നോക്കേണ്ടത്? അല്ല, ഞാൻ അതിർത്തി നോക്കുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ there should be a scrutiny. ഞാൻ പറഞ്ഞത് ഒരാൾ ഒരു സ്ക്രൂട്ടിനി വേണ്ട. ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരെവിടെയൊക്കെ താമസിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ അനിൽജി, ഒരു സ്ഥലത്ത്, നമ്മുടെ ഏതാണ് സ്ഥലത്തിന്റെ പേര്, പായിപ്പാട് ഒരു അക്രമം അഴിച്ചു വിട്ടല്ലോ. കേരള സർക്കാർ നടപടി എന്തായിരുന്നു അതില്? ഞാൻ പറയുന്നത് ഈ കേരള സർക്കാരിന്റെ ഒരു പ്രോ ജിഹാദി മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇത്രയധികം ഇവർ ഇവിടേക്ക് വരുന്നത്. മെയിൻലി കാരണം ഇവിടെ അവർക്ക് സുരക്ഷിതമാണ്. ബാംഗ്ലാദേശ് പോലെ തന്നെ ഇവരെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളവർക്ക് അറിയാം. അപ്പൊ മതഭീകരത ഇളക്കി വരുന്നവരാണ്. ഈ പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ 90% കർഷകർ വളർത്തുന്ന പശുക്കളെ തട്ടിക്കണ്ടുകൊടുത്ത് കശാപ്പ് ചെയ്യുന്ന തെമ്മാടികൾക്കുള്ള പരിപാടിയാണ്. അവരെ നാട്ടുകാർ കൂടി അടിച്ചു കൊല്ലുമ്പോൾ ഇവർ കയറാൻ തുടങ്ങും. ഇരവാദം മുടക്കുന്ന എപ്പോഴും ഇവരെ പരിപാടി ആദ്യം വെല്ലുവിളിക്കുക, ആദ്യം വിട്ടുകൊണ്ട് നല്ല തിരിച്ചടി കിട്ടുമ്പോൾ കരയിൽ അയ്യോ ഞങ്ങളെ ആക്രമിക്കുന്നേ, ഞങ്ങൾ ഇരകളാണേ, ഞങ്ങളെ രക്ഷിക്കണേ അല്ലാതെ വിളിച്ച് കരയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് സമയം കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എന്റെ രാജ്യത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് ടൈം വേണം. അല്ല നിങ്ങൾക്ക് ടൈം ഭയങ്കരമാണ് തരുന്നത്, ഞാനല്ല. എന്റെ രാജ്യത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇതര മതസ്ഥർക്കെതിരെ ഏതെങ്കിലും ജിഹാദി ഇനി 3 മിനിറ്റ് ഞാൻ പറയാൻ തുടങ്ങാണ്. ഇനി ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ്. സമ്പൂർണ്ണമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ്. ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിന്റെ പരാജയമല്ല. വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ പോലെ സ്ക്രൂട്ടിനി വേണം, പരിശോധന വേണം. അല്ല, പരിശോധന ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് ഉണ്ട്. ആരാ ആധാർ കൊണ്ടുവന്നത്? മൻമോഹൻ സിംഗ് ആണ്. ആ ആധാർ കാർഡ് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നത് പറയുന്നു. അത് ആരാ തടയേണ്ടത്? കേന്ദ്ര പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് അടിച്ചിട്ട് ഒരാള്, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ താമസം, അയാളെ ഓഫീസിൽ കിട്ടിപ്പറ്റിയ അരുൺ രവീന്ദ്രൻ, അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ ഉന്നത ഏജൻസികൾക്ക് ഞാൻ പരാതി കൊടുത്തു, NIA-ക്ക് കൊടുത്തു, CBIക്ക് കൊടുത്തു. ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാ തട്ടിപ്പിനും പിന്നെ അടിയുടെ കാര്യം എടപ്പാളില് സന്ധികൾ കടിഞ്ഞെത്തിയിട്ട് എടപ്പാളിൽ നടന്ന എന്താണെന്ന് വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു. അതിനെ വഴിതിരിച്ചു വിടാനുള്ള, തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും ഉപേക്ഷിക്കുക പ്ലീസ്. എന്തായാലും സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. മലയാളികൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.